ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഒരു മിനി ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ഫോർ ലവ് എന്ന് പറയുന്ന 2023 റിലീസായിട്ടുള്ള ഒരു ഡ്രാമയാണിത്. ഈ ഡ്രാമയുടെ തീം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, റൂഡായിട്ടുള്ള സിഇഒ ഉണ്ട്. ആ സിഇയുടെ കൂടെ അറിയാതെ വൺ നൈറ്റ് സ്റ്റാൻഡിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ ഹീറോയിൻ. ഇനി ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കും, ഇവരെങ്ങനെ ഒന്നാകുമെന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് കടന്നാലോ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സി ആയിട്ടോ. അവളാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ പുതപ്പൊക്കെ മൂടിപ്പോച്ചിരിക്കുന്നത്. അവൾ എണീറ്റ് ആലോചിക്കുമ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ ഓർമ്മ വരുന്നത് അവൾക്ക് ആരാണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് അവളെ കൊണ്ടുവന്ന് ഈ റൂമിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഹീറോ ആയിട്ട് അവളായിട്ട് എന്തൊക്കെ റൊമാൻസും കാര്യങ്ങളും വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണല്ലോ സിക്ക് ഈ ബോധമൊക്കെ വരുന്നത്. അവളാണെങ്കിൽ ടെൻഷനായിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ കോൾ ചെയ്ത് നോക്കുകയാണ്. അവനാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. ഈ സമയത്ത് കറക്റ്റ് വന്ന് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ടാങ്ക് വന്നിട്ട് ഒരു ചെക്ക് എടുത്ത് ഇടുക കേട്ടോ. വേറെ ഒന്നുമില്ല, 5 മില്യൺ പൈസ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ കരച്ചിൽ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് മനഃപൂർവ്വമല്ല, ഇവൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതല്ലേ. അപ്പോൾ ഇവള് വന്നിട്ട് തിരിച്ച് പിന്നെ അടുത്ത് പറയണം എനിക്ക് പൈസ ഒന്നും വേണ്ട. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവൻ പറയണം നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം. നിനക്കെന്താ ഇനി ഇച്ചിരിയും കൂടി എമൗണ്ട് വേണമെങ്കിൽ പറ, അത് ഞാൻ എഴുതി തരാം. നീ അതൊരു ശല്യമോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാമോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് സിയെ പറയാണ് നിങ്ങൾ എന്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഇതന്നെ ഇങ്ങനെ ആയപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് സങ്കടപ്പെടുക. അപ്പോൾ ഈ ആലോചിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇവൾ ഇച്ചിരി ഓവറായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഫസ്റ്റ് ടൈം ആണോന്ന് ആലോചിച്ചിട്ട് ശരി കുറച്ചുകൂടി പൈസ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ചെക്കിൽ ഇച്ചിരി എമൗണ്ട് എഴുതിയിട്ട് അവളെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പറയണം ഇനി മേലൊക്കെ എന്നെ ശല്യം ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? പിന്നെ നിനക്ക് എന്തായാലും നല്ല സ്കില്ലുണ്ട്, അല്ലെങ്കിൽ എന്നെ സെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ സിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ പേരാണ് ജയ് കേട്ടോ. അവനാണ് അവൻ്റെ റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു മാസമായിട്ട് ജോലിക്കൊന്നും പോയിട്ടില്ല, ചുമ്മാ വീട്ടിലിരിക്കുവാണ്. എന്നിട്ട് അവിടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഇവൻ പറയുവാണ് എനിക്കിനി ഒരാഴ്ചയും കൂടി ലീവ് താ പ്ലീസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുമയൊന്നും മാറിയിട്ടുണ്ട്, കള്ളച്ചുമയൊക്കെ ചുമച്ച് കാണിക്കുക. മാത്രമല്ല പറയുവാണ് ഞാൻ ഇനി വന്ന് അവിടെയുള്ളവർക്കൊക്കെ പനിയായ വിഷയമല്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ മാനേജർ പറയണം ഓക്കെ എന്നാൽ ശരി ഒരാഴ്ചയും കൂടി തരും, അത് കഴിഞ്ഞിട്ട് നീ വന്നില്ലെങ്കിൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടത്തേയുള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ലെന്ന് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം. ഇത് നമ്മുടെ സി ആണെങ്കിൽ ഡ്രസ്സെല്ലാം മാറിയിട്ട് ആ ചെക്കും കൊണ്ട് നേരെ ടാങ്കിനെ കാണാനാണ് വരുന്നത്. അവനാണെങ്കിൽ ലിഫ്റ്റ് കയറാൻ പോകാം. എന്നിട്ട് പറയണം നീ മര്യാദയ്ക്ക് ഈ ചെക്ക് വാങ്ങിച്ചോ, എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പൈസയുടെ ആവശ്യത്തിനൊന്നുമില്ല ഞാൻ വന്നത്, നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുന്ന സമയത്ത് ടാങ്ക് പറയണം ഓ അപ്പോൾ നീ പൈസയ്ക്കല്ലേ വന്നേ, പിന്നെ നീ എൻ്റെ ബോഡിക്ക് വേണ്ടിയാണോ വന്നേ, നീ ഒന്ന് ഇവിടുന്ന് പോവാ, നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് കയറി ചൂടാവുക. ഇവളെ കയ്യെ പിടിച്ച് ചൂടാവുന്ന സമയത്ത് കറക്റ്റ് വന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുക. അപ്പോൾ ലിഫ്റ്റിനകത്തുള്ളത് അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ വന്നിട്ട് ലോകം മൊത്തം അറിയുന്ന തരത്തിലൊരു ജ്വല്ലറി ഡിസൈനറാണ്. അപ്പോൾ അയാൾ കാണുന്ന സമയത്ത് ഇവൻ വേഗം അങ്ങ് റൂട്ട് മാറ്റുക കേട്ടോ. ഇവനാണെങ്കിൽ അവളോട് നല്ല കെയറിങ്ങൾ രീതിക്ക് അവളതെല്ലാം കൈവച്ചിട്ട് ഇങ്ങനെ അകത്ത് കയറുക കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഈ അലക്സ് നോക്കുന്ന സമയത്തും ഇവൻ്റെ കഴുത്തിലും കടിച്ച പാടുണ്ട്, അവളുടെ കഴുത്തിലും കടിച്ച പാടുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവണോ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഓക്കെ സംതിങ് ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് നീ വന്നിട്ട് വളരെ നല്ലൊരു കുടുംബത്തിലല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചേ, ഇതായത് എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ സി എ കയറി പറഞ്ഞു അയ്യോ ഞാൻ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ലെന്ന് പറയാട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ടാങ്ക് വേഗം അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയാൻ എടി പ്ലീസ് ഒന്ന് കോർപ്പറേറ്റ് ചെയ്യുക അത്യാവശ്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പറയുകയാണ് എന്ത് പെട്ടെന്ന് എൻ്റെ സ്വഭാവം മാറുമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം പ്ലീസ് ഇത് വന്നിട്ട് ഭയങ്കര വലിയൊരു ജ്വല്ലറി ഡിസൈനറാണ്, ഞങ്ങളുടെ കമ്പനിക്ക് ഇത് കിട്ടുന്നത്, അതുകൊണ്ട് പ്ലീസ് എന്ന് പറയുന്ന സമയത്ത് ഇവളും കോർപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവൻ പറയണം ഇവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, ഇവൾ എൻ്റെ ഫിയാൻസി ചെയ്തിട്ട് അവൻ എങ്ങനെയൊക്കെ അത് ഡീൽ ചെയ്തിട്ട് ഓക്കെ അയാൾ ഇറങ്ങിപ്പോട്ടോ. എന്നിട്ട് നമ്മുടെ സി ആണെങ്കിൽ എങ്ങനെയൊക്കെ ചെക്ക് അവൻ്റെ കയ്യിൽ തിരിച്ച് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവളുടെ അമ്മ കോൾ ചെയ്തിട്ട് പറയണം ഭയങ്കര അർജൻറ്റാണ്, നീ ഒന്ന് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറയാം. ഇവള് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവരെങ്ങാണ്ട് കുറേ കടവങ്ങാണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള കടക്കാരെല്ലാം വന്നിട്ട് കുറേ തെറിയും ആദ്യം ഇതൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഇവള് വീട്ടിൽ കയറുന്ന ഉടനെ തന്നെ ഇവളുടെ മറ്റേ അമ്മമ്മ കാണുമല്ലോ, ഗ്രാൻഡ്മ കാണുമല്ലോ, അവർ വന്നിട്ട് ഇവളെ നല്ലപോലെ അടിക്കുക കേട്ടോ. അപ്പോൾ ഇവളുടെ അമ്മ തടയാനൊക്കെ നോക്കുന്നുണ്ട്. ചോദിക്കണം നീ എവിടെ പോയാടി ഇന്ന് രാത്രി, മര്യാദ കേട്ടോളെ, നിനക്ക് വീട്ടിൽ വരാനൊന്നും സമയമില്ലായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കാം. മാത്രമല്ല ഈ ടൈമിലൊന്ന് ന്യൂസ് പോവാണ്. സത്യം പറഞ്ഞാൽ ഇവളും കൂടി ഇതിന് തോളത്ത് കഴിഞ്ഞിട്ട് വന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ അതങ്ങ് മൊത്തത്തിൽ ലീക്കായി. അപ്പോൾ ഇവളുടെ മുഖം കാണാനില്ലേ, ബാക്കിൽ നിന്ന് കാണാനുണ്ട്. മാത്രമല്ല ഇവരുടെ വീട്ടുകാർ നോക്കുമ്പോൾ ഇവർ വീട്ടുകാർക്ക് മനസ്സിലാവില്ല ഇവളാണ്. അപ്പോൾ ഇവളുടെ പപ്പയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇവളുടെ പപ്പ വന്നിട്ട് ഇവളോട് ചൂടാവാണ് നീ എന്തൊരു വൃത്തി കേട്ടോളാം, നീ രാത്രി ഇന്നലെ എവിടെ പോയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളടുത്ത് വഴക്കുണ്ടാക്കണം. മാത്രമല്ല ഇവർ പറയുകയാണ് നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിനക്ക് ലോൺ അടയ്ക്കാൻ സമയമില്ല, കാശുകാരനെ നിൻ്റെ കുപ്പിയിലാക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പൊടിയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറക്കി വിടുക, ഇനി വീട്ടിൽ വരണ്ടാന്നും പറയുവാണ്. ഇനി നമ്മുടെ സി ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ
ഇവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ അജയ്, അവൻ കോൾ ചെയ്തിട്ട് പറയാൻ, എടി എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് അറിയാലോ 1 മില്യൻ്റെ കടമുണ്ട്, അവരാണെങ്കിൽ എന്നെ കിടന്ന് ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുക, എൻ്റെ കാല് വെട്ടുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ എന്താ ചെയ്യൂടി, നീ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ഇവള് പറയാണ് നിൽക്ക് ഞാൻ നോക്കട്ടെ, പൈസ അറേഞ്ച് ചെയ്യാനൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് ഫോൺ കെട്ടിയോ കേട്ടോ. വേറൊന്നുമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെങ്ങാണ്ട് ചീട്ട് കളിച്ചിട്ട് എങ്ങാണ്ടാണ് പൈസയൊക്കെ ചിലവാക്കിയേക്കുന്നത്. പക്ഷേ ഇവളാണ് അവൻ്റെ കടമെല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നത്. പാവം നമ്മുടെ ഹീറോയിൻ സിയ അല്ലേ. ഇനി നമ്മൾ ടാങ്കിനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ഓഫീസിൽ മീറ്റിങ്ങില്ല. 2 പ്രശ്നം ഓടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കാര്യം ലീക്ക് ആയതുകൊണ്ട് ഇവർ കമ്പനിക്ക് അതൊരു പേര്, പക്ഷേ ഇവനാണ് ഇപ്പോഴത്തെ പുതിയൊരു CEO, ഇവൻ പുതിയതായിട്ട് CEO ആയിട്ട് വന്നത്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ആളില്ലേ, അയാളാണെങ്കിൽ ഇവരുടെ അടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മീൻസ് ഇവരുമായിട്ട് അക്കമ്പനി ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് അയാൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറല്ല, മാത്രമല്ല അതുകൊണ്ട് തന്നെ ഫണ്ടെല്ലാം ഫ്രീസായി കിടക്കുമെന്ന് പറയാം. അപ്പോൾ ടാങ്ക് പറയാണ് ഞാനിപ്പോൾ CEO ആയിട്ട് വന്നതല്ലേ ഉള്ളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട, 1 മാസം നിങ്ങൾ എനിക്ക് സമയം താ, ഈ 1 മാസത്തിനകം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ സോൾവ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഈ CEO പോസ്റ്റ് ഞാൻ ഒഴിഞ്ഞു തരാം, എനിക്കതിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രോമിസ് എല്ലാം കൊടുത്തിട്ട് വിടുവാണ്. മാത്രമല്ല നമ്മുടെ ആണെങ്കിൽ അന്ന് അവളുടെ ഫസ്റ്റ് ഡേ കേട്ടോ, ജോബിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അവളാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ട് അതാണെങ്കിൽ കുറേ ഫയൽ എല്ലാം എടുത്തുകൊണ്ട് വരുവാണ്, പേപ്പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് വരുവാണ്. ഈ സമയത്ത് ഇവൻ വന്നിട്ട് നമ്മുടെ ടാങ്ക് വന്ന് സെക്രട്ടറിയായിട്ട് പുറത്തു വരുന്ന സമയത്തും നമ്മുടെ സെക്രട്ടറി ഒരു ഡൗട്ട് പറയുകയാണ്, ഒരു പക്ഷേ ആ പെങ്കൊച്ചില്ലയോ അവളായിരിക്കുമോ, ഈ ഫോട്ടോയുള്ള പെങ്കൊച്ചിനെ ആയിരിക്കും ഈ ഒരു ഫോട്ടോ ലീക്ക് ചെയ്തത്, കാരണം അവൾക്ക് കുറേ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ്ക് ആലോചിക്കും ശരിയാ, ഒരു പക്ഷേ അവൾക്ക് കുറേ പൈസ കിട്ടാൻ വേണ്ടിയായിരിക്കും അവൾ ഈ പണി ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി അവിടെ നിന്ന് പോകുന്ന സമയത്തും ഇവൻ അങ്ങോട്ട് ഒരാൾ കോൾ ചെയ്തിട്ട് പറയുകയാണ് ഇവളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ നേരെ വന്ന് ഇവനെ ഇടിക്കുക. ആ സമയത്ത് കറക്റ്റ് ഇവളുടെ കയ്യിൽ നിന്നുള്ള പേപ്പറെല്ലാം പോയിട്ട് ഇവള് വീഴാൻ പോകുന്ന സമയത്ത് ഇവനെ പിടിക്കുമ്പോൾ ഇവൻ അവളുടെ കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ഇത് വന്ന് കറക്റ്റ് വന്ന് ഈ സെക്രട്ടറി പെണ്ണ് കാണും. അപ്പോൾ സെക്രട്ടറി പെണ്ണ് വിചാരിക്കുന്നത് ആ ഫോട്ടോ ഉള്ള പെണ്ണ് ഈ പെണ്ണും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ അതും ഇതും ഒന്നാണെന്ന് വിചാരിച്ചിട്ട് ഈ സെക്രട്ടറി പെണ്ണ് നേരെ വന്നിട്ട് ഇവൻ്റെ ഗ്രാൻഡ്മയുണ്ട്, ആ ഗ്രാൻഡ്മയാണ് ശരിക്കും ഈ ഒരു കമ്പനിയുടെ ഓണർ, ഉണ്ടാക്കിയതൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും വളർത്തി കൊണ്ടുവന്നതെല്ലാം അവരാണ്. അവർ വിളിച്ചിട്ട് പറയുന്നത് ദാണ്ടേ നിങ്ങളുടെ കൊച്ചുമോനുള്ളൂ ഇവിടെ ഏതൊരു പെണ്ണിൻ്റെ കൂടെ ആ ഫോട്ടോ ലീക്കായില്ലേ, ആ പെണ്ണാന്ന് തോന്നുന്നു ഈ ഓഫീസിലുണ്ട്, ഗ്രാൻഡ്മ നിങ്ങൾ വേഗം വാന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി പെണ്ണ് വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറായി ഇറങ്ങുകയും ചെയ്യണം. ഇനി നമ്മൾ ടാങ്ക് ആണെങ്കിൽ സിയോട് ചോദിക്കാം നീ എന്താടി ഇവിടെ, അപ്പോൾ സിയ നേരെ തിരിച്ച് ടാങ്കിൻ്റെ അടുത്ത് നീ എന്താടാ ഇവിടെ നിന്ന്. ടാങ്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ ഇവൻ്റെ ഓഫീസില്ലേ മെയിൻ ഓഫീസ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് സിയ ചോദിക്കുകയാണേ ഓ നീ എന്താ വലിയ ഈ കമ്പനിയെ CEO പോലെയാണല്ലോ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവള് വന്നിട്ട് ആ CEOൻ്റെ പോസ്റ്റില്ല അതിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ കസാരയിൽ ഇങ്ങനെ കറങ്ങും കേട്ടോ. ഇവളിങ്ങനെ കറങ്ങി നോക്കുമ്പോഴാണ് ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇവനാണ് ഈ കമ്പനിയുടെ CEO എന്ന്. പിന്നെ അവൾക്ക് പറ്റുമോ, അവളാണെങ്കിൽ നൈസിന് അങ്ങ് എണീറ്റ് നിൽക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ പേടിയായിപ്പോയി. അപ്പോൾ ഈ ടാങ്ക് പറയാണ് എൻ്റെ ഗ്രാൻഡ്മയുടെ കമ്പനിയായത്, ഇപ്പോഴും ഞാൻ പുതിയതായിട്ട് CEO ആയിട്ട് വന്നത്. എന്നിട്ട് ഇവൻ ചോദിക്കണം നീ ആണോടി ആ ഫോട്ടോസ് എല്ലാം വൈറലാക്കി കളഞ്ഞു ചോദിക്കുന്ന സമയത്ത് ഇവള് പറയാണ് പിന്നെ എനിക്ക് വേറെ പണിയില്ല ഇതല്ലയോ എൻ്റെ ജോലി എന്നും പറഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ പറയാണ് എന്തുമായാലും എനിക്കൊന്നും പറയണം, ഇന്ന് തന്നെ നിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ എനിക്ക് ഇവിടെ എൻ്റെ ടേബിളിൻ്റെ പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്യണം. ഇവളാണെങ്കിൽ നേരെ ചെന്നിട്ടുണ്ടല്ലോ നമ്മുടെ റെസിഗ്നേഷൻ എഴുതണ്ടേ, ഇവള് ബാത്റൂമിൽ ചെന്നിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് ഇവൻ്റെ ഫോട്ടോ ഒക്കെ ഒരുമാതിരി വൃത്തികേടായിട്ട് വരച്ചിട്ട് അതിങ്ങനെ കുത്തി കളിച്ചിട്ട് ലാസ്റ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് ഗ്രാൻഡ്മ ഓൾറെഡി ഇവനെ കാണാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ആൾക്ക് വന്നിട്ട് എന്തോ ഒരു മറ്റേ ആസ്മ പോലത്തെ എന്തോ ഒരു അസുഖമുണ്ട്, ആൾക്ക് പെട്ടെന്ന് വയ്യാതെ വരും കേട്ടോ. അപ്പോൾ ഇവളാണ് ഓടി പുറത്ത് വരുന്നത്. ഇവളിത് കണ്ടിട്ട് ആ ഗ്രാൻഡ്മയുടെ ബാഗിൽ ഇൻഹേലർ എടുത്തിട്ട് അവർക്ക് കൊടുത്ത് അവരെ രക്ഷിക്കുന്ന ഇവളാണ്. അപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഗ്രാൻഡ്മയ്ക്ക് വന്നിട്ട് നമ്മുടെ CA വന്ന് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് ഗ്രാൻഡ്മ ചോദിക്കുവാണ് മോളെ നിനക്ക് ഞാൻ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും പ്രൊമോഷനൊക്കെ തരാമെന്ന് പറയുന്ന സമയത്ത് CA പറയണം അയ്യോ ഗ്രാൻഡ്മ എനിക്ക് അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഈ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഗ്രാൻഡ്മ നേരെ ചെല്ലുന്നത് നമ്മുടെ ടാങ്കിനെ കാണാനാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാം എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഞാൻ ഈ ഒരു കമ്പനിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, നീ അത് ഒറ്റ ദിവസം കൊണ്ട് തൊലച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനോട് ചൂടാവുക. അപ്പോൾ ഇവൻ പറയണേ അങ്ങനെയൊന്നുമില്ല ഗ്രാൻഡ്മ, അത് എന്തൊക്കെയോ മിസ്റ്റേക്സ് ആണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കാം. അപ്പോൾ ഗ്രാൻഡ്മ പറയുന്നത് നിനക്കിപ്പോൾ എത്ര വയസ്സായി, 25 വയസ്സായി, നിനക്കൊരു കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചു വിടുക, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റും, പിന്നെ നിൻ്റെ ആ ലവർ ഇല്ലയോ അവളെ ഇന്ന് ഞാൻ ഡിന്നറിന് വിളിക്കാം, നിങ്ങൾ രണ്ടും കൂടി ഒന്ന് വരണേന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ നോ പറയാം. അപ്പോൾ ഗ്രാൻഡ്മ പറയാം ഞാൻ പറഞ്ഞത് തന്നെയാണ്, നിൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞാൽ വന്നിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ അവിടെ നിന്ന് പോരും കേട്ടോ. ടാങ്ക് ആണെങ്കിൽ ആരോ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് നമ്മുടെ A to Z ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ തിരിച്ച് ഇതെല്ലാം അന്വേഷിച്ച് തിരിച്ച് വിളിച്ചിട്ട് അവൾക്ക് എത്ര കടമുണ്ട്, അവളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം അവൾ A to Z ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മുടെ ടാങ്കിനെ വിളിച്ച് അറിയിക്കുവാണ്.
എന്നിട്ട് നമ്മുടെ സി ആണെങ്കിൽ ആ മറ്റേ റെസിഗ്നേഷൻ എല്ലാം റെഡി ആക്കിയിട്ട് ഇവൻ്റെ ഓഫീസിൽ വരും കേട്ടോ. ഓഫീസിൽ വന്നിട്ട് റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ഇവൻ്റെ മുഖത്ത് പോലും നോക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ നൈസിനത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു പേപ്പർ അവളുടെ മുന്നോട്ട് വയ്ക്കുകയാണ്. വേറെ ഒന്നുമല്ല, കോൺട്രാക്ട് പേപ്പർ. അവളടുത്ത് പറയുകയാണ്, നീ ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, മാത്രമല്ല നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നിൻ്റെ വീട്ടിലെ കടവും എല്ലാം ഞാൻ തീർക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയും നിൻ്റെ പൈസക്ക് ആർക്ക് വേണമെന്നാണ് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾ പറയുകയാണ്, നിനക്ക് കുറേ കടമുണ്ടെന്നൊക്കെ എനിക്കറിയാം, ഞാൻ അതൊക്കെ ഓക്കെ ആക്കി തരാം, പിന്നെ നിൻ്റെ ചിലവും ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് പറയുന്നത് കേൾക്ക് പ്ലീസ്, ഒന്ന് കോംപ്രമൈസ് ആകുമെന്ന് പറയുന്ന സമയത്ത് ഇവളും ലാസ്റ്റ് ഓക്കെ തിരിച്ച് വന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവൾ പറയണം, ശരി ഞാൻ നിൻ്റെ കോൺട്രാക്ട് വൈഫ് ആയിരിക്കാം, പക്ഷേ 3 മാസം മാത്രം, അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് കൂടുതലൊന്നും നിൽക്കാൻ പറയുമെന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയണം, ഞാൻ കൂടുതലൊന്നും പറയത്തില്ല, ഈ ഒരു പ്രശ്നം തീരുന്നവരെ മതി, 3 മാസം പോലും വേണമെന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവളോട് തിരിച്ചു പറയണം. അന്ന് പിന്നെ ഓഫീസിൽ എന്തോ ഒരു ഡിന്നർ പാർട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവളൊരു പുതിയ കൊളീഗ് അല്ലേ, അപ്പോൾ എല്ലാവരും ഇവളെ വിളിക്കുന്ന സമയത്ത് ഇവൾ പറയണം, അയ്യോ എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ആക്ച്വലി ബാക്കി ആരും ഇവളുടെ അടുത്ത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും ഇവരുടെ ഒരു ഇരിപ്പും കാര്യങ്ങളും കണ്ടിട്ട് ആ ഫോട്ടോ ഉള്ള പെണ്ണ് ഇവിടെ ഒന്നാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കറക്റ്റ് സമയത്ത് ടാങ്ക് ആണെങ്കിൽ വന്നിട്ട് പറയണേ, ഇനി എന്തുവാടി നീ വരുന്നില്ലയോ, ടൈം ആയെന്നും പറഞ്ഞിട്ട് ഇവളുടെ ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഏകദേശം ഒരു കൺഫേം ആയ രീതിക്കാണ്. ഇവളാണെങ്കിൽ നേരെ അവൻ്റെ പിന്നാലെ നിന്നിട്ട് പറയണം, നീ എന്ത് പരിപാടിയെ കാണിച്ചു, ഇപ്പോൾ ഓഫീസിലെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇവൻ ഇതൊന്നും മൈൻഡാക്കുന്ന രീതിക്കൊന്നും നിൽക്കുന്നില്ല. എന്നിട്ട് അവൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഡ്രസ്സ് എല്ലാം കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടും കൂടി വരുന്ന സമയത്ത് ഗ്രാൻഡ് മേക്കാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി, കാരണം ഫസ്റ്റ് സൈറ്റിൽ ഗ്രാൻഡ് മേക്ക് ഇവളുടെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടല്ലോ. എന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സിയും ടാങ്കും ആണെങ്കിൽ ഈ കൊച്ചു പിള്ളേർ വഴക്ക് കൊടുത്തില്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വഴക്ക് കൂടിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ ഗ്രാൻഡ് ആണെങ്കിൽ വഴക്ക് പറയുന്ന മൊത്തം ടാങ്കിനെ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൊച്ചുങ്ങളോട് നീ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്, മര്യാദയ്ക്ക് ഒതുങ്ങിയാണെങ്കിൽ ഇരുന്നോളൂ, അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവനെ അങ്ങ് ഉപദേശിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് ഒരു കാര്യം കൊണ്ട് പറയണം, ഞാൻ കുറേ കാലം വന്നിട്ട് നീ ബിസിനസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ടൈം അതിന് വേണ്ടി കളഞ്ഞു, എനിക്കിനി ലൈഫിൽ ലാസ്റ്റ് ടൈം ഇച്ചിരി അടിച്ചു കൊടുക്കണം, അവിടെ ഞാൻ ഇച്ചിരി അബ്രോഡൊക്കെ പോയിട്ട് കറങ്ങാൻ പോകാമെന്ന് പറയാം കേട്ടോ. മാത്രമല്ല ഗ്രാൻഡ്മ വന്ന് പറയുവാണ്, എടി ഞാൻ പോകുമ്പോൾ എൻ്റെ കൊച്ചുമോനെ നല്ല വൃത്തിയായി നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ സി ആണെങ്കിൽ പറയണം, ഓക്കെ ഗ്രാൻഡ്മ നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. മാത്രമല്ല ഗ്രാൻഡ്മ ഒരു കണ്ടീഷൻ കൊണ്ട് ഇടുവാണ്, ഓക്കെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ ഒരു റൂമിൽ വേണം താമസിക്കാമെന്ന് പറയുവാണ്. നമ്മുടെ ആ ഗ്രാൻഡ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മുടെ സിയ അതുപോലെ തന്നെ ടാങ്ക് രണ്ടുപേരും പിടിച്ചിരുത്തിട്ട് സംസാരിക്കുകയുണ്ടായതിന് ശേഷം അപ്പോൾ നമ്മുടെ ടാങ്ക് പറയണം, എന്താ ഗ്രാൻഡ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഒരു റൂമിനകത്ത് താമസിക്കുന്നത്, ഒരു പക്ഷെ ഞങ്ങളുടെ ഈ ഫ്രഷ്നെസ് ഒക്കെ പോയാലോ. അപ്പോൾ എടുത്തോണ്ട് ഗ്രാൻഡ് പറയണേ, എടി സിയ നീ പറയുന്നത് കേട്ടില്ലോ, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നിന്നെ മടക്കുമ്പോൾ കളഞ്ഞിട്ട് പോകുന്നൊക്കെയാണ് പറയുന്നത്, ഈ ചെറുക്കൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടാങ്കിനെ നല്ലപോലെ അങ്ങ് വഴക്ക് പറയാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ഗ്രാൻഡ് പറയാണ്, സിയ നീ വേണം ഇവനെ എപ്പോഴും നിന്റെ കൂടെ കൊണ്ടു നടക്കാൻ, മനസ്സിലായോ, ഈ ചെറുക്കൻ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്, നീ അതൊക്കെ നോക്കിക്കോണേ എന്നൊക്കെ പറയാണ്. മാത്രമല്ല ടാങ്ക് പറയാണ്, ഇല്ല ഗ്രാൻഡ് അത് ശരിയാവത്തില്ല, പിന്നെ ഓഫീസിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാവും, ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ ശരിയാവുന്ന ഗ്രാൻഡ് ചോദിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പറയാണ്, ഓ മക്കളെ ഇന്നത്തെ കാലത്തെ പിള്ളേരെ പറ്റി എനിക്ക് അറിയാത്തൊന്നുമില്ല, പിന്നെ വീട്ടിലെ കാര്യം വീട്ടിൽ, ഓഫീസിൽ ചെല്ലുമ്പോൾ അതിൻ്റെ രീതിക്ക് നിന്നാൽ മതി. മാത്രമല്ല നിന്റെ ഗ്രാൻഡ് പി ഞാനും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഓഫീസിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ലെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ടാങ്ക് പറയണം, എന്നാൽ പിന്നെ ഗ്രാൻഡ് ഇപ്പം ഏകദേശം 10-20 വർഷത്തിന് മേലെയായി എൻ്റെ ഗ്രാൻഡ് മരിച്ചിട്ട്, വേറെ ഒരാളെ കല്യാണം കഴിച്ചുവിടായിരുന്നോ, ഗ്രാൻഡ് കാണാനാണെങ്കിൽ നല്ല സുന്ദരിയായിരുന്നു, നല്ല കഴിവുണ്ടായിരുന്നു, പിന്നെ എന്താ ചെയ്യാൻ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഈ ഗ്രാൻഡ് പറയണം, എനിക്കത് ചെയ്യായിരുന്നു, പക്ഷെ നിന്റെ ഗ്രാൻഡ് പേയുടെ അത്ര നല്ല ആളെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഇനി നിങ്ങളൊന്നും പറയണ്ട, ഞാൻ എന്തായാലും ഇന്ന് തന്നെ പോവാം. നമ്മുടെ സിയുടെ അടുത്ത് പറയണം, നീ എന്തായാലും ഇവിടെ നോക്കിയേക്ക്, എൻ്റെ കൊച്ചുമോനെ നോക്കിയേക്ക്, ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്ന സമയത്ത് വേറൊരു പണി കൂടി ഒപ്പിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഒരു വേലക്കാരി ആൻറ്റി ഉണ്ട്, അവരുടെ അടുത്ത് പറയണം, ഇവരുടെ ഈ രണ്ടുപേരുടെ മേലൊരു കണ്ണ് വെച്ചോണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം എന്നെ അറിയിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി നമ്മുടെ സിയും അതുപോലെ തന്നെ നമ്മുടെ ടാങ്കോട് റൂമിൽ കയറാതെ എങ്ങനെയും മാറിയിരിക്കാൻ നോക്കുന്ന സമയത്താണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ ഒരു മോണിറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഗ്രാൻഡ് വഹിക്കുന്നത്, വേറെ ഒന്നുമില്ല, എന്ന് രാത്രി ഇവർ കറക്റ്റ് സമയത്ത് റൂമിൽ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടെ ഗ്രാൻഡ് ഇവരെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഗ്രാൻഡ് പറയണം, മക്കളെ സമയമായി റൂമിൽ പോകുന്നു പറഞ്ഞിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുമ്പോൾ ഇവർ റൂമിൽ കയറും കേട്ടോ. എന്നിട്ട് അവർ റൂമിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കത്തില്ല, അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. മാത്രമല്ല നല്ല വില കൂടിയ ഡ്രസ്സ് അവിടെ ഇട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടേ നമ്മൾ സി ആണെങ്കിൽ നേരെ അത് ചെന്നിട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിയിട്ട് ഇവനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇവൻ്റെ മുന്നേ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ ഇവന് ദേഷ്യം വന്ന് ഇവൻ വലിച്ചെറിയുന്ന സമയത്ത് അവളത് വേഗം എടുക്കുക. എന്നിട്ട് പറയണേ, ഇത്രയും ബ്രാൻഡഡ് ആയ സാധനം ഇപ്പോൾ മറിച്ച് വിറ്റാൽ പോലും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എത്ര വില കിട്ടുമെന്നറിയോ, ഇത് ഞാൻ എന്തായാലും കൊടുത്ത് പൈസ ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാം. മാത്രമല്ല അപ്പോൾ പിന്നെ ഇവൻ പറയണോ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവൻ വന്ന്
ഫേസ് ഒക്കെ കഴുകാനായിട്ട് വാഷ്റൂമിൽ പോകാട്ടോ. അപ്പോൾ ഈ ബെഡാണെങ്കിൽ നല്ല സോഫ്റ്റ്, അപ്പോൾ അവൾ നൈസിന് അങ്ങ് കയറി കിടന്ന് അതിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ മൂടി കിടക്കുക കേട്ടോ. ഇവന്റെ അടുത്ത് വന്ന് അവള് പറയാണ്, സിയ പറയാണ്, അല്ല നിങ്ങളുടെ ഗ്രാൻഡ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണമല്ലോ, അപ്പൊ നീ ഒരു കാര്യം ചെയ്യില്ല, ഓർഫനേജിൽ നിന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്താലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണോ ഒന്നും ശരിയാവത്തില്ല, ഞങ്ങളുടെ ഫാമിലി വാല്യൂസിനൊന്നും അത് ശരിയാവത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അവള് പറയാണ്, പിന്നെ നിന്റെ കയ്യിൽ ഇത്രയും പൈസയും സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ, നിനക്കാണ് നല്ലൊരു പെണ്ണിനെ കിട്ടാത്തെ, അപ്പൊ നീ എന്തോരം ആരെങ്കിലും നോക്കിയിട്ട് വേഗം കൊച്ചുങ്ങളൊക്കെ സെറ്റാക്കാൻ നോക്കുന്ന രീതിക്ക് ഇവനെ ഒരുമാതിരി ടീസ് ചെയ്യുന്ന പോലെ സംസാരിക്കും. ഇവന് നല്ല ദേഷ്യം വരും കേട്ടോ. ഇവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനെ മൂടിപ്പോച്ച് കിടക്കൂല, ആ പുതപ്പിന്റെ അടി കൂടെ വന്നിട്ട് ചോദിക്കും, ഓ ഞാനെന്തിനാ വേറെ ആളെ നോക്കുന്നത്, എന്റെ മുന്നിൽ താണ്ട് ഒരു പെണ്ണ് കിടപ്പുണ്ടല്ലോ, അതെനിക്ക് മതി, ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഇവള് പറയും, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ, ഞാനേ അത്ര സ്മാർട്ട് അല്ല, അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന കൊച്ചുങ്ങൾ അത്ര സ്മാർട്ട് ആയിരിക്കത്തില്ല, അതുകൊണ്ട് എന്നെ പ്ലീസ് ഒന്ന് വെറുതെ വിടുന്ന പറഞ്ഞിട്ടൊക്കെ ഇവളങ്ങ് കെഞ്ചു കേട്ടോ. ഈ സമയത്ത് ഈ ബെഡിൽ എങ്ങാണ്ട് ഒരു റിമോട്ട് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതങ്ങ് തറയിൽ വീഴുന്ന സമയത്ത് ഈ ബെഡ് ഷേക്ക് ആവും. അപ്പൊ ഇവരങ്ങ് പേടിക്കും കേട്ടോ. മാത്രമല്ല ആ ഒരു വെപ്രാളത്തിൽ ഇവളാണെങ്കിൽ തറയിൽ ചെന്ന് നടുങ്കുത്തി അങ്ങ് വീഴുക. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വന്ന് ഇവന്റെ ഗ്രാൻഡ്മ ചെയ്ത് വെച്ചിട്ടുള്ള പണിയാണ് കേട്ടോ. ഇവൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, തറയിൽ കിടക്കും, ഞാൻ കട്ടിലേക്ക് കിടന്നോന്ന് പറഞ്ഞിട്ട് ഇവൻ അന്ന് കട്ടിലാണ് കിടന്നത്. പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്തുണ്ടല്ലോ ഇവനാണെങ്കിൽ ഓഫീസിൽ അല്ലാതെ വീഡിയോ കോൺഫറൻസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇവളാണെങ്കിൽ എങ്ങാണ്ട് കുളിക്കാനൊക്കെ പോയേക്കും. അപ്പൊ ഇവൾ ടവൽ എടുക്കാതെ പോയേക്കുന്നത്. അപ്പൊ ഇവനെ മീറ്റിംഗിൽ ഇങ്ങനെ വീഡിയോ കോൺഫറൻസ് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ അവിടെ ചോദിക്കണം, ഇത് ആ ടവലിങ് എടുത്ത് തരാമോ എന്ന് പറഞ്ഞ് ഇതാക്കുന്ന സമയത്ത് ഇവൻ ഓൾറെഡി ഇച്ചിരി റൂഡായിട്ടുള്ളൊരു CEO അല്ലേ. അപ്പോൾ ഇവന്റെ അടുത്ത് ഒരു പെണ്ണിങ്ങനെ ചോദിക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ നല്ല തമാശ തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവൻ ടവലെടുത്ത് കൊടുക്കാതെ പറയാണ്, മര്യാദയ്ക്ക് എടുത്തോന്നില്ലെങ്കിൽ ഞാൻ ഗ്രാൻഡ്മയുടെ അടുത്ത് പരാതി പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരുമാതിരി കളിയാക്കുന്ന പോലെ സംസാരിക്കും. അപ്പോൾ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഇവൾക്ക് ടവലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യട്ടോ. ആ സമയത്ത് ഇവൾ കുളിച്ചിറങ്ങി വരിക, വന്നിട്ട് പറയണേ, ഓ എനിക്ക് നടുവേദനിച്ചിട്ട് വയ്യ, ഓ ഇന്നലെ രാത്രി നീ കാരണം എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വീഡിയോ കോൺഫറൻസിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരില്ല, അവരിത് വേറെ ഏതോ രീതിക്ക് എടുക്കും. ഇവർക്കാണെങ്കിൽ ചിരി അടക്കണമെന്നില്ല. അപ്പോൾ ഇവന് ലാസ്റ്റ് ദേഷ്യം വന്ന് ഇവൻ എന്തെന്ന് അറിയോ, ആ ലാപ്ടോപ്പ് അങ്ങ് അടച്ചു വയ്ക്കും. എന്നിട്ട് അവള് ചോദിക്കും, എടാ നിനക്ക് എന്തൊരു വിവരമില്ലേ, നീയേ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണ, മനസ്സിലായോ, ബാക്കിയുള്ള മുന്നിൽ എൻ്റെ മാനം കെടുത്താൻ നിൽക്കരുത്, നിനക്ക് എന്തൊരു വിവരമില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളെ കുറെ അങ്ങ് കളിയാക്കും, ഇവിടെ അങ്ങ് വഴക്ക് പറയുവാണ്. അത് കഴിഞ്ഞ് ആൾ പോകുന്ന സമയത്ത് ഇവൻ വന്നൊരാളെ വിളിച്ചിട്ട് പറയണം, എൻഗേജ്മെന്റ് കാര്യങ്ങൾ എന്തായി സെറ്റായോ എന്ന് ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവര് ഗ്രാൻഡ്മ എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ പ്ലാനിങ്ങും തീർത്തുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എൻഗേജ്മെന്റ് ചെയ്യാൻ പോകാന്നുള്ള കാര്യം സിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ പെണ്ണറിയോ കേട്ടോ. ആ പെണ്ണ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണിന് സിയെ ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ അവൾ മനസ്സിലാക്കിയോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവളുടെ കൂടെ എന്തുമായാലും അവന്റെ എൻഗേജ്മെന്റ് നടക്കത്തില്ല, എന്റെ കൂടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ വന്നിട്ട് ജയ് എന്ന് പറഞ്ഞൊരു ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ നമ്മുടെ സിയയ്ക്ക്, അവനെ വിളിക്കുക. അപ്പൊ അവനാണെങ്കിൽ ചൂതാട്ടം കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവനാണെങ്കിൽ വലിയ അസുഖമൊന്നുമില്ല, ചുമ്മാ ഇവളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉടായ്പ പറയുന്നത് അവൻ. അപ്പൊ വിളിച്ചിട്ട് പറയാണ്, താണ്ടെ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ, അവൾക്ക് താണ്ടെ എൻഗേജ്മെന്റ് ആവാൻ പോകുന്നു, നിനക്ക് വല്ല കാര്യമുണ്ടോ ചോദിക്കുന്ന സമയത്ത് ഇവൻ അത് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവള് പറയണം, നമുക്കൊരു പ്ലാൻ ചെയ്യാം, ഈ എൻഗേജ്മെന്റ് നീ മുടക്കണം, അങ്ങനെയാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പൈസയൊക്കെ കിട്ടുന്ന പറയുന്ന സമയത്ത് ഇവനും അതിനെ അഗ്രി ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവന് വന്ന് സിയെ ഇഷ്ടമൊന്നുമല്ല, ചുമ്മാ വന്ന് ഇഷ്ടമാണെന്നുള്ള രീതിക്ക് ഇവളുടെ പൈസ കിട്ടാൻ വേണ്ടി അവന്റെ കടമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ആണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ അന്ന് ആ ഒരു എൻഗേജ്മെന്റ് ഡേയും വരും കേട്ടോ. അപ്പൊ എൻഗേജ്മെന്റ് ഡേക്ക് കുറെ ആൾക്കാരൊക്കെ ഫംഗ്ഷന് വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിയും ടാങ്ങും വന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ വഴക്കുണ്ടാക്കും. പക്ഷെ കാണുന്നവർ വിചാരിക്കുന്നത് ഇവരങ്ങ് ഭയങ്കര ഹാപ്പി കപ്പിൾസ് ആണ്. മാത്രമല്ല അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ റിങ്ങാണെങ്കിൽ ഒരു കുഞ്ഞു റിങ്ങാ. അപ്പോൾ നമ്മുടെ സിയെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ട് പിന്നീട് ചോദിക്കുകടാ, നിനക്ക് വേറെ റിംഗ് ഒന്നും കിട്ടിയില്ല, നീയാണെങ്കിൽ വലിയ സിയെ ഭയങ്കര കോടീശ്വരനാണല്ലോ, ഇതൊരു കുഞ്ഞു ഡയമണ്ട് റിംഗ് ആണ് എനിക്ക് വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെയാണോ വാങ്ങിച്ചെടുക്കുന്നത് ചോദിക്കുമ്പോൾ ഇവൻ പറയണേ, അതിന് നീ എൻ്റെ ശരിക്കുള്ള വൈഫ് ആകാൻ പോകുന്ന പെണ്ണൊന്നുമല്ല, എനിക്ക് ശരിക്കുള്ള വൈഫ് വരുന്ന സമയത്ത് അവൾക്ക് ഞാൻ വലിയ റിങ്ങനെ വാങ്ങിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് ഇവളെ കളിയാക്കിയിട്ട്. പക്ഷേ ഇവർ വന്ന് പുറത്തുള്ളവർ കാണുമ്പോൾ ഇവർ നല്ല ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവരെന്താണ്ട് കപ്പിൾസിന്റെ ടോക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയും ഇവർ വഴക്കൂടാണ്. അവസാനം കിസ് ചെയ്യുന്ന സീനാവട്ടെ, കിസ് ചെയ്യുന്ന സീനെ എല്ലാവരും എൻകറേജ് ചെയ്യുക, കിസ് എന്ന് പറയുന്ന സമയത്ത് ഇവനിവിടെ നേരിട്ട് കിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരെ പിടിച്ച് തിരിഞ്ഞിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് കിസ് ചെയ്യുന്നത്. പക്ഷെ വെച്ചാൽ കിസ് ചെയ്യത്തില്ല, പകരം ഫേസ് ടു ഫേസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് ഇവർ അംബാസിഡറായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് വന്നിട്ട് കൂടെ വന്നിട്ടുള്ള ആ ചെറുക്കൻ്റെ അടുത്ത് പോകാൻ പറയുവാണ്. മീൻസ് ഇവൻ്റെ ബോയ് ഫ്രണ്ട് ജയിൻ്റെ അടുത്ത് പോകാൻ പോയി. പക്ഷെ അപ്പോഴേക്കും അവനെ ആരാണ്ട് വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് ആ കാര്യം നടക്കാതിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെയിം ചെറുക്കൻ കാണുന്നുണ്ട്, ആ ചെറുക്കൻ്റെ പേര് ബിന്നെന്നാണ്. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ദൈവമേ ഈ ലോകത്ത് രണ്ടുപേരും കാണാൻ ഇത് ഒരേപോലെ ഇരിക്കുമെന്ന് അവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. മാത്രമല്ല എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ വന്നിട്ട് ഈ ഫ്രണ്ട് പെണ്ണില്ലേ, അവള് വന്നിട്ട് നമ്മുടെ സിയെ വിളിച്ചോണ്ട് പോകാട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് രണ്ടുപേരും എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നു, നിനക്കൊരു കാര്യം അറിയോ, നീ ഇപ്പം എൻഗേജ്മെന്റ് ചെയ്ത ആളെ എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറയാം. അപ്പോൾ നമ്മുടെ സിയെ വന്ന് ഞെട്ടു കേട്ടോ. മാത്രമല്ല ഇവള് പറയണം, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിനക്കും ജയിക്കും വേണ്ടിയിട്ടാണ് റൂം അറേഞ്ച് ചെയ്തത്, പക്ഷെ എൻ്റെ കയ്യിൽ 2 റൂം കാർഡ് ഉണ്ടായതുകൊണ്ട് തെറ്റിപ്പോയതാ, ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് നമ്മുടെ ടാങ് വരുവാണ്. എന്നിട്ട് പറയണേ, നിന്റെ കയ്യിൽ 2 റൂം കാർഡ് ഇല്ലായിരുന്നല്ലോ, ഒറ്റ ഒരെണ്ണേ ഉള്ളായിരുന്നു, നീ ശരിക്കും പറഞ്ഞാൽ എന്നെ സിയെയും കൂടി കുടുക്കിയതല്ലേ ചോദിക്കണം.
അപ്പോൾ നമ്മുടെ ഈ പെണ്ണ് വന്നതൊന്നും സമ്മതിച്ചിരുന്നില്ല കേട്ടോ. എടുത്തുകൊണ്ടേ നമ്മുടെ ടാങ്ക് വന്ന അന്നുണ്ടായി CCTV ഫുട്ടേജ് ഓൾറെഡി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇവൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് ആക്ച്വലി വന്ന് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് നമ്മുടെ ടാങ്കിൻ്റെ കൂടെ വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടിയാണ് ഇവൾ ഈ പരിപാടി ചെയ്തേക്കുന്നത്. അന്ന് വന്ന അലക്സ് ഇല്ല, ജ്വല്ലറി ഡിസൈൻ, അവനും ഇവളും അതുപോലെ തന്നെ നമ്മുടെ ടാങ്കും കൂടി എന്തോ ഒരു ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ക്ലബ്ബിൽ വന്നിരുന്നത്. ഇവൻ കുടിക്കുന്നതിൽ ഇവള് വന്നിട്ട് ഡ്രഗ്സ് കലക്കി കൊടുത്തത്. അതുകൊണ്ട് അലക്സ് പോയി കഴിയുമ്പോൾ ഇവനങ്ങ് മയങ്ങി വീഴുവാണ്. എന്ന് വെച്ചാൽ അവന് ഇച്ചിരി സെക്ഷൽ ഫാൻറ്റസിക്ക് വരുന്ന പോലെയുള്ള ഒരു മെഡിസിനാണ്, അവൻ ഡ്രഗാണ് കലക്കി കൊടുത്തേക്കുന്നത്. ഇതേ സമയം നോക്കുവാണെങ്കിൽ നമ്മുടെ സി ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ വന്നിട്ട് ഇവളും അതുപോലെ ജയും കൂടി ആഘോഷിക്കുക. ആ സമയത്ത് ജയിക്ക് എന്തോ ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവളെ അങ്ങ് കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാം, നമ്മുടെ ടാങ്കിനെ കൊണ്ടുപോയിട്ട് വൺ നൈറ്റ് സ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഈ ഫ്രണ്ട് പെണ്ണ് നോക്കുന്ന സമയത്ത് അവൾക്ക് കറക്റ്റ് ഒരു കോൾ വരും. ഇവളാണെങ്കിൽ സാധാരണ ഒരു കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവൻ നമ്മുടെ ടാങ്കിൻ്റെ കമ്പനിയിൽ ഒരു മോഡലുമാണ്. അപ്പോൾ കോൾ വന്നിട്ട് പറയാം, നിങ്ങൾക്ക് വലിയൊരു ഷോയില് ഒരു മോഡലായിരിക്കാൻ ചാൻസ് എന്ന് പറയുന്ന സമയത്ത് ഇവൾക്ക് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഷോയിൽ പങ്കെടുത്ത് നല്ലപോലെ വരുവാണെങ്കിൽ ഇവളുടെ കരിയർ നല്ലപോലെ ഗ്രോ ചെയ്യും. അപ്പോൾ ഇവളെന്താ വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ കൂടെ ഇനിയിപ്പോൾ ആരെങ്കിലും പോകണം, അല്ലെങ്കിൽ വല്ല സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാവുമല്ലോ. അതുകൊണ്ട് ഇവള് ശരിക്കും പറഞ്ഞാൽ CA പോയി കണ്ടിട്ട് അതാണ് നിനക്കും ജയിക്കും കൂടി ഞാൻ റൂം അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾക്കും ഡ്രഗ്സ് കലക്കിയിട്ട് അവളെ കൊണ്ടുപോയിട്ട് റൂമിലാക്കുന്ന തന്നെ ഈ പെണ്ണാണ്. അപ്പം ഇതെല്ലാം അറിയുന്ന സമയത്ത് CAക്കാണ് സഹിക്കാൻ വയ്യ. അപ്പോൾ CA പറയുന്നത് ഇത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടാങ്ക് പറയണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ഒരു ഫ്രണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനും പറയാം. മാത്രമല്ല ഈ പെണ്ണ ലാസ്റ്റ് അവളെ ഇത് പറയണം, അതേടി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ല സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകുന്നേക്കാളും ഭേദമില്ല നിന്റെ കൂടെ എന്ന് പറയുന്ന സമയത്ത് CAക്ക് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ CA പറയണം നീ ചീറ്ററാടി, നീ എന്നെ ഇത്രയും ചതച്ച്, നീ ഇനി ഒരിക്കലും എൻ്റെ ഫ്രണ്ടല്ലെന്ന് പറയുന്ന സമയത്ത് ഇവൾ വന്ന് CAയുടെ അടുത്ത് കയർക്കാൻ പോകണം. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ടാങ്ക് വന്ന് സെക്യൂരിറ്റീസിനെ വിളിക്കുക. മാത്രമല്ല ഈ പെണ്ണിനെ ആ ജോലിയിൽ നിന്ന് ഇവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടുകയാണ്. ഈ മോഡലിൻ്റെ സ്ഥാനത്ത് നീ എൻ്റെ കമ്പനിയിൽ വരേണ്ട ആവശ്യമില്ല, നീ അത്രയും വൃത്തികെട്ടവളാടി എന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. സിയും ടാങ്കും കൂടി സംസാരിക്കുക. അപ്പോൾ ടാങ്ക് പറയാണ്, സോറി ഞാൻ നിന്നെ കുറേ വഴക്ക് പറഞ്ഞു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ ഒരു വിക്ടിമാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയാം. അപ്പോൾ CA പറയാണ്, സത്യം പറഞ്ഞാൽ ഞാനാണ് ആദ്യം സോറി ചോദിക്കേണ്ടത്, കാരണം നീ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഒരു പെണ്ണ് നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവിടെ നീ അത് എൻ്റെ അടുത്ത് ചൂടായാലും ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുക. മാത്രമല്ല ഇവൻ ഇച്ചിരി സാഡാണ്. അപ്പോൾ പറയുന്നത് നിനക്കൊരു കംഫർട്ടിങ് ഹഗ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ ഹഗ് ചെയ്യുക കേട്ടോ. ആ സമയത്ത് ഇവൻ പറയുന്നത് നിനക്കൊരു സർപ്രൈസും കൂടി അതും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുവന്ന് വേറെ അങ്ങോട്ടുമല്ല, ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കാണിക്കാനാണ്, ജയിനെ കാണിക്കാനാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവൻ പറയണം നീ ഒന്നും മിണ്ടരുത്, ഇവിടെ നിന്ന് അവൻ എന്താ പറയുന്നത് കേട്ടോന്ന് പറഞ്ഞിട്ടും നമ്മുടെ ടാങ് അവിടെ നിന്ന് വരുവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജയും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പെണ്ണുമില്ല, അവർ രണ്ടുപേരോട് സംസാരിക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് പെണ്ണ് ചോദിക്കണം നീ എന്താടാ എൻഗേജ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വരാഞ്ഞെന്ന്. അപ്പോൾ എടുത്തോണ്ട് ജയ് പറയണം ഞാൻ എന്തിനാ വരുന്നത്, എനിക്ക് തരേണ്ട പൈസ എല്ലാം തരാമെന്ന് ടാങ് എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് അഗ്രി ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനിനിപ്പോൾ എൻഗേജ്മെന്റ് നിർത്തേണ്ട കാര്യമില്ല, എനിക്ക് ജീവിക്കാൻ ഇനി ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള പൈസ അവൻ തന്നോളും, എൻ്റെ കടവും തീരും, എനിക്കിനി ലാവിഷായിട്ട് ഒരു പണിക്കും പോകാതെ ജീവിക്കാമെന്ന് പറയാം. അപ്പോൾ എടുത്തോണ്ട് ഈ പെണ്ണ് ചോദിക്കും അപ്പം നിനക്ക് ആ പെണ്ണിനോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം ഞാൻ സത്യം പറയല്ലേ അവളുടെ പൈസയ്ക്ക് വേണ്ടി സ്നേഹിച്ച, അവളെ കൊണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര പെണ്ണുങ്ങളുടെ കൂടെ പോകാം, ഇവളുടെ ആവശ്യമില്ലല്ലോ എനിക്കെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ CAക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അവളാണെങ്കിൽ വേഗം വന്നവൻ്റെ ചെവിക്കൽ നോക്കി പറഞ്ഞാൽ പൊട്ടിക്കുക. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ഫ്രണ്ട് കാര്യം അവിടെ നിന്ന് മുങ്ങുവാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പം നമ്മുടെ ഇവൻ വന്നിട്ട് പിന്നെ ഇതാക്കാൻ നോക്കുക കേട്ടോ, നിന്റെ ലൈഫിന് വേണ്ടിയല്ലേ, നിനക്ക് ബെറ്റർ ആവാൻ വേണ്ടിയല്ലേ എന്ന് പറയുന്ന സമയത്ത് ഇവള് പറയാണ് എൻ്റെ ഒരു ബെറ്ററിന് വേണ്ടിയല്ല, നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചില്ലെന്ന കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ സംസാരിച്ച് മൊത്തം ഞാൻ അവിടെ നിന്ന് കേട്ട്, ഇനി നീ ഒന്നും പറയണ്ടാടാന്ന് പറയുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇവളുടെ അടുത്ത് കയറി സംസാരിക്കാൻ നിൽക്കും. ആ സമയത്ത് കറക്റ്റ് ടാങ് അവിടെ നിന്ന് വന്നിട്ട് കോട്ടിട്ട് കൊടുക്കും. എന്നിട്ട് പറയാം നീ കാറിൽ പോയി വെയിറ്റ് ചെയ്യും, ബാക്കിയെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയണം നീ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ എന്താ എല്ലാ ലോണിനും എൻ്റെ വൈഫിനെയാണല്ലോ നീ ഗ്യാരണ്ടിയറായി വെച്ചേക്കുന്നത്, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറൻസ് ആയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ട് പറയണം നീ ഇനി എൻ്റെ വൈഫിൻ്റെ ലൈഫിൽ കയറി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് പോലീസിൽ ഞാൻ പിടിപ്പിക്കും, കാരണം നീ ചെയ്തത് ഏറ്റവും വലിയ ചീറ്റിങ്ങാന്ന് പറഞ്ഞിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി വിടുക കേട്ടോ. അപ്പോൾ അവനൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവൻ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവള് വന്ന് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കേട്ടോണ്ട് ഒരു കസാരയുടെ കീഴിൽ ഇരുന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കണം നീ എന്താടി പോവാൻ ഇവിടെ തന്നെ ഇരുന്നേന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ, കാരണം അവൾ അത്രയും സ്നേഹിച്ചതായിരുന്നു ആ ബോയ് ഫ്രണ്ട്, പക്ഷെ അവൻ അവളെ ചീറ്റ് ചെയ്തില്ലേ. അപ്പോൾ അവൻ പറയാണ് നീ ഇങ്ങനെ ഇരുന്ന് പട്ടിണിയൊന്നും കിടന്നിട്ട് കാര്യമില്ല, വാ നമുക്ക് പോയി നല്ല ഫുഡെല്ലാം കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവള് പറയാണ് അയ്യോ ഫുഡൊന്നും വേണ്ട, എനിക്ക് ഇച്ചിരി കുടിക്കാൻ എന്തെങ്കിലും മതി, വൈൻ ആയാലും ചോദിക്കുന്ന സമയത്ത് പറയും വൈനൊക്കെ തരാം, പക്ഷെ നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയും ഓ ഇന്നലെ ഞാൻ മാത്രമായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം ശരി എന്നാ വൈൻ കഴിക്കാൻ വാന്ന് പറഞ്ഞ് പോവാണ്.
ഒരു അപ്പാർട്ട്മെന്റിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ടാങ് വന്നിട്ട് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കുറേ ഫുഡും അതുപോലെ തന്നെ വൈനും എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കുവാണ് സിയയ്ക്കും. അപ്പോൾ അവളെല്ലാം കുടിച്ച് കഴിയുമ്പോൾ ഇവള് മറ്റൊരു ഭാവമൊക്കെ മാറും കേട്ടോ. അവളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അവൾ പറയാണ്, ഓഹോ നീയും അവളും കൂടി എന്നെ ചതിച്ചല്ലേടാ, നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു പാവം ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ചതിച്ചേ, നിങ്ങൾക്കല്ലേ ഞാൻ നല്ല പണി തരുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുക. മാത്രമല്ല ഇവനെ കാണുന്ന സമയത്ത് ഇവള് വിചാരിക്കും അത് വന്നവളുടെ എക്സ് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേലിൽ കയറിയിട്ട് പറയണേ, ഓ ഭാഗ്യം അന്നെങ്ങാനും നീയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയെ, എൻ്റെ കാര്യം എന്തും ആവുമായിരുന്നു, നിന്നെ പോലെ ഒരു ചതിയൻ്റെ കൂടെയൊക്കെ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫേ പോയാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ആക്കിയിട്ട് അവളങ്ങ് മയങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ടാങ് ആണെങ്കിൽ അവളിങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ ഇവളുടെ ചുണ്ടൊക്കെ നല്ല ലിപ്സൊക്കെ നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ട് നോക്കുക കേട്ടോ. ആ സമയത്ത് കറക്റ്റ് ഇവൻ്റെ വിരൽ വന്നിട്ട് മറ്റേ പോർക്കിൻ്റെ സോസേജ് ആണെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പിടിച്ച് കടിക്കുക. എന്നിട്ട് ഇവൻ വലിക്കാൻ നോക്കിയിട്ട് അവൾ കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇവൻ എങ്ങനെയൊക്കെ കൈ എടുക്കുവാണ്. എന്നിട്ട് പറയുകയാണേ, എന്താ ബോസ് നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ, എനിക്ക് വേവാത്ത മറ്റേ പോർക്കിൻ്റെ സോസേജ് ആണോ കൊണ്ടുവന്ന് തന്നെ, അത് വെന്തിട്ടില്ലെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇവൻ്റെ കൈയാണ് അവൾ കടിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ റൂമിൽ പോകണമെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണിറ്റർ വെച്ചില്ലേ, അതിൽ ആ മോണിറ്ററിൽ രണ്ടുപേരെ മുഖം കാണിച്ചാൽ മാത്രമാണ് ബെഡ്റൂം ഓപ്പൺ ആവത്തുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് വെച്ചേക്കുവാണ് ഇവൻ്റെ ഗ്രാൻഡ്മ. അപ്പോൾ ഇവളുടെ മുഖം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവനാണെങ്കിൽ അവളെ കൊണ്ടുപോയി കിടത്തിയിട്ട് കുളിക്കാനൊക്കെ പോകട്ടോ. അപ്പോൾ കുളിക്കാൻ ചെന്നവൻ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ ഇവന് വന്നിട്ട് ഇവളുടെ ഓർമ്മകളാണ് വരുന്നത്. ഇവൾ കയ്യെ കടിച്ചത്, കുടിച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ കിടന്ന് ഇവൻ ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവൾ അങ്ങോട്ട് കിടക്കുന്ന നോക്കണം, കൈ ഒരു സ്ഥലത്ത് കാലൊരു സ്ഥലത്ത് എന്നുള്ള രീതിക്കാണ് കിടക്കുന്നത്. മാത്രമല്ല ഇവൻ കുളിക്കാൻ പോകുമ്പോൾ പാൻ്റ് എടുത്ത് വെച്ചായിരുന്നു അവനിടെ, അതിൻ്റെ മണ്ടയിൽ കയറി കിടക്കുവാണ് ഇവള്. അപ്പോൾ ഇവൻ വിചാരിക്കണം ഓക്കെ പാൻ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് മെല്ലെ പാൻ്റ് എടുക്കുന്ന സമയത്ത് ഇവളങ്ങ് ഛർദ്ദിക്കാൻ വരുന്ന കണക്ക് അങ്ങനെ കാണിക്കുക കേട്ടോ, ഒരു ആക്ഷൻ കാണിക്കുക. അപ്പോൾ ചോദിക്കും, ദൈവമേ ഇവളിനി എൻ്റെ മേലെങ്ങാനും ഛർദ്ദിച്ച് വെച്ചാലോ. അതുകൊണ്ട് അവൻ നൈസിനങ്ങ് മാറാൻ നിൽക്കുന്ന സമയത്ത് ഇവള് കയറി ഇരുന്നിട്ട് ഇവൻ്റെ ഡ്രസ്സങ്ങ് വലിക്കുന്ന സമയത്ത് ഇവനിട്ട് നിക്കർ കാണാം. അതെന്തോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഇല്ലയോ, അതിൻ്റെ നിക്കർ എങ്ങാണ്ട് ഇട്ടേക്കുന്നത്. അത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ചിരി അങ്ങ് സഹിക്കാൻ വയ്യ. ഇവള് ചിരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് മാറിപ്പോവാ കേട്ടോ. അപ്പോൾ ഇവള് വന്ന് നേരെ ഇവനെ പിടിച്ച് കിടത്തി ഇവനെ കിസ് ചെയ്യണം. അപ്പോൾ ഇവൻ തിരിച്ചും കിസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് വന്നിട്ട് ഇവൻ്റെ മറ്റേ ഒരു ഡ്രസ്സ് പോലെ സംഭവം എടുത്തില്ല കുളിക്കാനൊക്കെ പോയിട്ട്. അപ്പോൾ അതിങ്ങനെ വലിച്ചു വരുന്ന സമയത്ത് ഇവൻ ചിന്തിക്കാൻ, ദൈവമേ ഞാൻ ഇവളുടെ മേലെ അഡ്വാൻറ്റേജ് എടുക്കുമല്ലോ, ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഇവളവിടെ തട്ടിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവങ്ങ് തിരിഞ്ഞിട്ട് ഇവിടെ മൈൻഡ് ചെയ്യാതെ ഇച്ചിരി കലിപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവള് വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്ത് പറ്റി എൻ്റെ അടുത്ത് തന്നെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയും, നീ ആദ്യം നമ്മുടെ ആ കോൺട്രാക്ട് ഞാൻ ഒന്ന് പുതുക്കിയിട്ടുണ്ട്, അതൊന്ന് നോക്കി അതിന് ഒരു കണ്ടീഷനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറയണം. അപ്പോൾ ഇവള് നോക്കുമ്പോൾ വേറൊന്നുമല്ല, ഇവള് ഇനി കുടിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ അവൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കണേ, ഞാൻ അതിന് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ, ഒട്ടും വഴക്കുണ്ടാക്കിയില്ല അല്ലേ മോള്, ഇത് നോക്കുന്നു പറഞ്ഞിട്ട് ഇവളിങ്ങാണ്ട് ഡ്രസ്സ് തുറക്കുന്ന സമയത്ത് ഇവള് നെഗങ്ങാണ്ട് കൊണ്ട് അവിടെ ഇച്ചിരി കീറിയിട്ടുണ്ട്, അത് കാണിച്ചെടുക്കുക. അപ്പോൾ അവൾ പറയുന്നത്, ദൈവമേ ഞാൻ ഇത്രയും ചെയ്തു വെച്ചായിരുന്നു, സോറി ഇനി ആവർത്തിക്കത്തില്ല, ഈ കോൺട്രാക്ട് പീരീഡിലൊന്നും ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുക, പ്രോമിസ് കൊടുക്കുക കേട്ടോ അവന്. എന്നിട്ട് അന്ന് അവൾ തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാവർക്കും ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ പിള്ളേർ, അതുകൊണ്ട് എല്ലാവർക്കും വന്ന് ഇവളുടെ അടുത്ത് ഭയങ്കര ബഹുമാനം കണക്കാണ്. എല്ലാവരും മേഡം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇവൾ ചെന്നിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒറ്റ ജോലിയില്ല. അപ്പോൾ അവൾ വന്നിട്ട് അവിടെയുള്ളൊരു ഇച്ചിരി ഹെഡ് സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ അടുത്ത് ചെന്ന് ജോലി ചോദിക്കുന്ന സമയത്ത് അയാൾക്കാണെങ്കിൽ ജോലി പറയുകയാണെങ്കിൽ ജോലിയൊന്നുമില്ലെന്ന്. അപ്പോൾ അവൾ പറയാം, അത് പറഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് എന്തെങ്കിലും ജോലി തായോ എന്ന് പറയുന്ന സമയത്ത് ഇയാൾ വന്നൊരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കോപ്പി മാത്രം എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. അപ്പോൾ ഇവൾ അല്ലെങ്കിൽ ദൈവം ഇതൊരു സിമ്പിൾ ജോലിയില്ല, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ചെന്നിരിക്കുക. ആ സമയത്ത് ഇവരൊരു സൂപ്പർവൈസർ പെണ്ണുണ്ട്, അവർ വന്നിട്ട് പറയുവാണ്, എനിക്ക് വന്നൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അതിലിവിടെ ആര് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് എല്ലാവർക്കും അവരവരുടെ വർക്കുണ്ടല്ലോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇവളങ്ങ് കൈപ്പൊക്കി കാണിക്കും. അപ്പോൾ സൂപ്പർവൈസർ പെണ്ണുക്ക് ഇവൾക്ക് വേണ്ടി ജോലി കൊടുക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇവളിങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലോ. പിന്നെ ബോസിൻ്റെ വൈഫ് ആകാൻ പോകുന്ന ആളായതുകൊണ്ട് അതിൻ്റെ റെസ്പെക്റ്റ് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവൾ ആ ജോലി അവൾ ചോദിച്ചു വാങ്ങണം. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ കാണിക്കുവാണ്. അവിടെ വന്നിട്ട് വാഷ്റൂമിൽ വന്നിട്ട് രണ്ട് പെണ്ണുങ്ങൾ, ഇവളുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് പെണ്ണുങ്ങൾ വന്നപ്പോൾ മേഡം എന്നൊക്കെ വിളിച്ച പെൺപിള്ളേർ, അവർ രണ്ടും വന്നിട്ട് ഇവളില്ലാത്തതുകൊണ്ട് ഇവളെ പറ്റി ഗോസിപ്പ് സംസാരിക്കുക. വേറെ ഒന്നുമല്ല, ഇവൾ വന്നിട്ട് കയ്യും കാലൊക്കെ കാണിച്ചിട്ടായിരിക്കും ബോസിനെ വളച്ചെടുത്തത്. മാത്രമല്ല ഇവൾക്ക് എന്തോ യോഗ്യതയുണ്ട്, ഇവളൊരു നോർമൽ പെണ്ണല്ലേ, അവളുടെ അടുത്തൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട അവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക. ഇവൾ എത്ര തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും അത്രയും തരം താഴ്ത്തി സംസാരിക്കണം. മാത്രമല്ല അവർ പറയണം അവളിപ്പോൾ ഒരു നോർമൽ പെണ്ണ, ഇച്ചിരി കഴിയുമ്പോൾ ആ ബോസിനെ മടുക്കുമ്പോൾ അവളെങ്കിൽ കളഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരുമാതിരി കുത്തി സംസാരിച്ചിട്ട് പറയുവാണേ, ആ അസിസ്റ്റൻ്റ് ഇല്ലേ, പേഴ്സണൽ അസിസ്റ്റൻ്റ്, ആ പെണ്ണാണെങ്കിലും വീട്ടിലായിരുന്നു, അവൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസം സ്കില്ലൊക്കെ ഉണ്ട്, ഇവൾക്ക് എന്തുകൊണ്ടായിട്ട് ഈ ബോസ് ഇവളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഇവള് വന്നിട്ട് ബാത്റൂമിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവള് പുറത്ത് വന്നിട്ട് ആലോചിക്കണം, അങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാൽ എൻ്റെ സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് നമ്മുടെ സീൻ തീരുമാനിക്കുവാണ്. ഇനി നമ്മുടെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്ത് കൊടുക്കണം, കുറേ ഹെവി വർക്കാത്. അപ്പോൾ അവൾ വന്ന് അതിന് വേണ്ടി നല്ല പരാക്രമം എടുക്കും. മാത്രമല്ല ഇവൻ്റെ കൂടെ സംസാരിക്കാനൊന്നും, ടാങ്കിൻ്റെ കൂടെ സംസാരിക്കാനൊന്നും നമുക്ക് നേരമില്ല, ഇവനെ മൈൻഡ് ചെയ്യാൻ സമയമില്ല, ഫുഡ് കഴിക്കാൻ സമയമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവൻ ഫുഡെല്ലാം വച്ച് കൊടുക്കുമ്പോഴും ഇത് മൈൻഡ് ചെയ്യാതെ പഠിക്കായിരിക്കും. രാത്രി കിടക്കാൻ പോയാലും അവിടെ അവൾ പഠിക്കായിരിക്കും. 24 മണിക്കൂർ അവൾക്ക് തന്നെ ജോലി. മാത്രമല്ല അപ്പോൾ വന്നിട്ട്
പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേന്ന് വന്നിട്ട് നമ്മുടെ പാവം ടാങ് ആണെങ്കിൽ ഇവള് വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് വന്നെങ്കിലല്ലേ ഇവന് റൂമിൽ കയറാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇവളെയാണെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട് അവനെ നല്ല വൃത്തിയായിട്ട്. അപ്പോൾ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇവള് വരുന്നില്ല. നോക്കുമ്പോൾ എന്താ, ഇവളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി ഹെവി വർക്ക് ഉണ്ടാവണം, ഞാൻ ഇന്ന് ഓഫീസേഴ്സ് ചേച്ചി വന്നു. എന്നിട്ട് അവനാണെങ്കിൽ ഉറങ്ങിപ്പോവാ കേട്ടോ. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവളോടൊന്ന് പെടഞ്ഞു പോകുക. കാരണം ഇവള് ഇവരെ വന്നില്ല, ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അവൾ വന്നില്ലല്ലോ. അപ്പോൾ ഇവനോടൊന്ന് പെടഞ്ഞു പോവാം. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഇവളുടെ എല്ലാ വർക്കും പ്രൊജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും ഇവള് വന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവള് വാഷ്റൂമിൽ പോകുന്നത് ഈ ടാങ്കിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പെണ്ണ് കാണും. അവൾ വന്നിട്ട് ഈ കമ്പ്യൂട്ടറിനെ എന്നെ ഇങ്ങനെ കുറുകുറാന്ന് നോക്കി നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് ആ സൂപ്പർവൈസർ പെണ്ണ് വന്ന് ചോദിക്കണം, എന്താ ഇന്നാണ് പ്രൊജക്റ്റ് സബ്മിറ്റിൻ്റെ, എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സി എ പറയണം എല്ലാം ഓക്കെ ആണല്ലോ, ഇപ്പോൾ തന്നെ ഞാൻ മെയിൽ അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ, ആ പ്രോജക്റ്റിൻ്റെ ഫയൽ പോലും അതിനകത്ത് കാണാനില്ല. അപ്പോൾ ഇവൾ ആകെ വന്നിട്ട് ടെൻഷൻ ആവും കേട്ടോ. ഇത് പറയുന്ന സമയത്ത് ആ ഒരു സൂപ്പർവൈസർ പെണ്ണ് പറയണം, നിനക്ക് പറ്റത്തില്ലെങ്കിൽ അതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഞാനെങ്കിലും ചെയ്യത്തില്ലായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് ശരിക്കും പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സി അവിടെ നിന്ന് എണീക്കുമ്പോൾ അവൾ അങ്ങ് തല കറങ്ങി വീണു. കറക്റ്റ് വീഴാൻ പോകുമ്പോഴേക്കും നമ്മുടെ ടാങ്ക് ഓടി വന്നു ഇവളെ പിടിക്കുക കേട്ടോ. മാത്രമല്ല ഡോക്ടറെ വിളിക്കാൻ പറയണം. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഇവളെ ചെക്ക് ചെയ്തിട്ടെല്ലാം പറയുവാണ്, ഇവൾ വന്നിട്ട് ശരിക്കും ഫുഡും അതുപോലെ ഉറക്കവും ഒന്നും ഇവൾക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് അവൾക്ക് ബ്ലഡ് ഷുഗർ എല്ലാം കുറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ വന്നത്. ഇനിയെങ്കിലും ഹെൽത്ത് ഒന്നും അതേപോലെ ശ്രദ്ധിക്കാൻ പറയുന്നത് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. മാത്രമല്ല ഇവള് അത് കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് ആകെ ചോദിക്കുന്ന കാര്യം പ്രോജക്റ്റിൻ്റെ കാര്യം. അപ്പോൾ അവൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിട്ടുള്ള ഫയൽ വന്ന് റിക്കവർ ചെയ്ത് അവൻ്റെ കമ്പ്യൂട്ടറിലാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇവൾക്ക് കാണിക്കുന്ന സമയത്ത് നമ്മുടെ സി ആണെങ്കിൽ നല്ല ഹാപ്പി ആവും കേട്ടോ. മാത്രമല്ല അവൾ ചോദിക്കുക, എന്നാലും എൻ്റെ കമ്പ്യൂട്ടറിൽ എന്താ അത് കാണാഞ്ഞേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണ, അതെ ഒരാൾ ഡിലീറ്റ് ചെയ്ത്, അത് നീ ഇപ്പോൾ ടെൻഷൻ ആവാൻ നിൽക്കണം, നമുക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യം നോക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവ ഒരു കാര്യം കൊണ്ട് പറയുകയാണ്, ഇനി മുതൽ നീയാണ് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, നിനക്ക് ഡബിൾ സാലറി ഞാൻ തരാം, മാത്രമല്ല എത്രയോ 13 മാസം സാലറി ഈ റെൻറ്റിൽ എക്സ്ട്രാ തരാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ ചോദിക്കണേ, അപ്പോൾ ആ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്തെങ്കിലും ചോദിക്കണം. അപ്പോൾ അവൻ പറയണം, ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് തന്നെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അവരെ ഫയർ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇവളങ്ങ് ഞെട്ടു കേട്ടോ. അപ്പോൾ ഇവൻ ഒരു കാര്യം കൊണ്ട് പറയണം, നീ ഓഫീസായത് മനസ്സിലായോ, കളിതമാശയല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത്, നിൻ്റെ കാര്യം നീ സേഫ് ആക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഉപദേശിക്കുവാണ്. അങ്ങനെ അന്ന് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സി ഉണ്ടാക്കിയിട്ട് സിയും കൂടി ആ ഒരു പ്രൊജക്റ്റ് മാത്രമല്ല ഇവൻ പേഴ്സണൽ അസിസ്റ്റൻറ്റും കൂടിയല്ലേ, അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ആ ഒരു പ്രൊജക്റ്റ് വന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സി എന്തോ ഒരു ഡോക്യുമെൻ്റ് എന്തോ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പോവാം. ആ സമയത്ത് അവിടെ ഒരു ഇൻറ്റേൺ പെണ്ണുണ്ടല്ലോ, അവൾ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ടാങ്കിനെ വശീകരിക്കുന്ന പോലെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ എന്തോ പറയണമെന്നില്ല, അവൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സി എ വാതിലിനോട് വരുന്നത്. അപ്പോൾ ഇവൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ. അപ്പോൾ നമ്മുടെ സി എ നേരെ വന്നിട്ട് പറയാം, ഡാർലിങ് നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ, എന്നിട്ട് എന്താ വരാത്തവ നമുക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് ഇവനും പറയാം, നിൽക്ക് മോളെ ഞാൻ ദാ വരുന്നടാ, എൻ്റെ ജോലിയെല്ലാം തോന്നിക്കും ഞാൻ ദാ വരുന്ന പറയുന്ന സമയത്ത് ആ മറ്റേ ഇന്ത്യൻ പെണ്ണിന് വല്ലാതായിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് പോവാട്ടോ. മാത്രമല്ല എന്നിട്ട് ഇവളും നമ്മുടെ ടാങ്കും കൂടി പുറത്തുള്ള സമയത്ത് ടാങ്ക് പറയാണ്, അല്ല നീ ഇപ്പോൾ സംസാരിച്ചില്ലേ, അതുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിനക്ക് ഡബിൾ സാലറി തരാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയണേ, ഓ ഞാൻ ആ മാതിരി പെണ്ണൊന്നുമില്ല മനസ്സിലായോ, എനിക്ക് എൻ്റേതായ റെപ്യൂട്ടേഷനൊക്കെ ഉണ്ട്, പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസം ചെയ്യാമെന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ പോകുന്നതും ഒരു സീനിയർ ചെറുക്കൻ്റെ അടുത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കാനാണ്. പക്ഷേ ഇവൾ ഈ ചോദിക്കുന്നത് വന്ന് ടാങ്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാങ്കിന് സഹിക്കുന്നില്ല. അപ്പോൾ ടാങ്ക് നേരെ വന്നിട്ട് ആ സീനിയർ ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കണേ, എടാ നിനക്ക് ഞാൻ തന്ന വർക്കെല്ലാം നീ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെറുക്കന് മനസ്സിലാവും ജലസായിട്ട്. അപ്പോൾ ചെറുക്കൻ പറഞ്ഞു, സോറി സാർ എനിക്ക് ഇച്ചിരി വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മുടെ സി എക്ക് ഇച്ചിരി കലിപ്പാവുന്നുണ്ട്. കാരണം അവൾ ഡൗട്ട് ചോദിച്ചപ്പോൾ സി ചോദിക്കണേ, എന്താ നിങ്ങൾക്ക് ജലസായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം പറയണേ, എനിക്ക് എന്ത് ജലസ്, നീ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊന്നും മറക്കരുതെന്ന് പറയും. എന്നിട്ട് പറയണേ, ശരി എന്നാൽ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നീ ആൻസർ പറയും. ആ വരുന്ന ആമ്പിള്ളേരിൽ ആരൊക്കെ ക്യൂട്ട് ആരൊക്കെ കൊള്ളാവുന്നതെന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ സി എ ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തെടുത്ത് പറയും കേട്ടോ. അപ്പോൾ ടാങ്ങിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ടാങ് പറയണേ, ഓഹോ അപ്പോൾ പാർട്ടി ബി ആയിട്ടുള്ള സി എ വന്നിട്ട് അന്യ പുരുഷന്മാരെ നോക്കി, അപ്പോൾ അവളുടെ സാലറിയിൽ ഇച്ചിരി നമുക്ക് കട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞ സമയത്ത് സി എ പറയണം, അയ്യോ ദൈവമേ ഞാൻ ഈ കോൺട്രാക്ട് ചെയ്തിരുന്നവർ വേറൊരു ആണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല, നിങ്ങളെ മാത്രമേ നോക്കുന്നു പറയുന്ന സമയത്ത് ടാങ് ഹാപ്പിയാണ്. എന്നിട്ട് അവർ പോകുന്നത് വന്ന് നമ്മുടെ ബിന്നില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബിന്നെന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞില്ലേ, ഓൾറെഡി നമ്മുടെ സി എ കാണുമ്പോൾ രണ്ടുപേരും ഒരേ കണക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാലും അയാളെ കാണാനായിട്ട് പോകുക. അയാൾ വന്നിട്ട് നമ്മുടെ ഈ വാൻമാവോ എന്നാണ് നമ്മുടെ ഹീറോൻ്റെ കമ്പനി, ടാങ്ങിൻ്റെ കമ്പനിയുടെ പേര്. അവിടെ വന്നിട്ട് ഏതോ ഒരു കാര്യത്തിൽ പാർട്ട്ണർ ആവാനേ വന്നിട്ടുള്ള ഒരു കൊമേഴ്സ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അയാളെ വന്നിട്ട് നമ്മുടെ ടാങ്ക് പറയണം, ഓക്കെ ഞങ്ങൾ പാർട്ട്ണറായിട്ട് സ്വീകരിക്കണം. കാരണം അവരുടെ ഐഡിയ വന്നും ടാങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സി എ വന്നിട്ട് ഇപ്പോൾ വന്നില്ലേ നമ്മുടെ ബിന്നിനെ, അയാളെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ടാങ്ങിന് ഒരു കോൾ വരികയാണ്. വേറെ ഒന്നുമല്ല, ഭയങ്കര പ്രശസ്തിയായിട്ടുള്ളൊരു മോഡലുണ്ട്. ആ മോഡൽ വന്നിട്ട് നമ്മുടെ ടാങ്കിൻ്റെ കമ്പനിയിൽ മറ്റേ പഴയ മോഡലിൽ ഇവൻ ഫയർ ചെയ്ത് വിട്ടുകൊണ്ട് പുതിയ മോഡലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവൻ്റെ കമ്പനി ചേരാൻ വേണ്ടിയിട്ട് ആ മോഡൽ വന്നിട്ട് ആളുടെ ഫീസ് വരെ കുറച്ചെന്ന് പറഞ്ഞിട്ടൊരു കോൾ വരികയാണ്.
സിയ വന്നിട്ട് അവനുള്ള എല്ലാ മീറ്റിംഗ് ഷെഡ്യൂൾ അന്നത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവർക്ക് മീറ്റ് ചെയ്യാൻ പോകുന്നത് ബിന്നിനെയാണ്. അത് കഴിഞ്ഞാൽ ഒരു മോഡലിൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ ആ മോഡലിനെ കണ്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവള് പറയുവാണ്, നിങ്ങൾ വന്നിട്ട് ഇന്ന് വന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും മീഡിയക്കാരും കാണും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ കളർ കോട്ടായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കോട്ട് എടുത്ത് കൊടുക്കണം. മാത്രമല്ല അപ്പോൾ അവൻ പറയുകയാണ്, നീ ഒരു നല്ല അസിസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ നീ ഈ കോട്ടൊക്കെ എനിക്ക് നീ തന്നെ ഇട്ട് തരാമെന്ന് പറയുന്ന സമയത്ത് സിയ അടുത്ത് എന്നിട്ട് ഇട്ട് കൊടുക്കാൻ പോയതിനു ശേഷം സിയ പറയണം, പിന്നെ എനിക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ പോകുന്നത് ബിന്നിനെ കാണാനാണ്. അപ്പോൾ ബിന്നെ കാണാൻ പോകുമ്പോൾ ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ ബിന്ന് വന്ന് ബിന്നിൻ്റെ ആ ഒരു വേലക്കാരെ വെച്ചിട്ട് ഒരു സെർവൻറ്റിനെ വെച്ചിട്ട് അവിടെ കുറച്ച് കേക്ക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ സ്വയം സംസാരിക്കണം, ഈ കേക്ക് അവൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ പറ്റി എന്താണ് കാര്യം പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ സിയുടെ അങ്ങോട്ട് വരുവാണ്. മാത്രമല്ല ഇവർ വന്നിട്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടി റെഡി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫയൽസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സിയെ നോക്കിയിട്ടാണ് എപ്പോഴും ഈ ബിൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ടാങ്ങിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ടാങ്ങെല്ലാം നമ്മുടെ ബിന്ന് ചോദിക്കുവാണ്, ഒരു കാര്യം ചെയ്യും, ഇവിടെ നല്ലപോലെ വർക്ക് ചെയ്യുന്നല്ലോ, ഇവിടെ എൻ്റെ കമ്പനിയെ വിടാനായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് വിടുമെന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ് പറയണം, അയ്യോ ഇവിടെ എൻ്റെ ഫിയാൻസിയാണ്, അവിടെ എനിക്കുള്ള വിടാൻ പറ്റത്തില്ലെന്ന് പറയണം. മാത്രമല്ല നമ്മുടെ ടാങ് വന്ന് വളരെയധികം ജലസാവുന്ന കാണുന്ന സി എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഡൈവേർട്ട് ചെയ്യണമല്ലോ ടോപ്പിക്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ കേക്ക് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ബിൻ മനസ്സിലേക്ക് ഓക്കെ ഇവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് ഇവർ തിരിച്ച് ഫയലെല്ലാം വാങ്ങിച്ചതിന് ശേഷം പോകുന്ന സമയത്ത് ബിൻ വേഗം വന്നിട്ട് ഇവൾക്ക് വന്നിട്ട് ഒരു നിറച്ചും ആ കേക്ക് കൊടുത്തിട്ട് പോകാട്ടോ. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ ആ കേക്കിനൊക്കെ പുകഴ്ത്തി പറയാം, ഇതൊന്നും ടാങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവർ ഈ കേക്ക് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് മാറിയതിന് ശേഷം ഇവൾ നേരെ ഈ കേക്ക് എടുത്ത് ടാങ്ങിൻ്റെ കയ്യിൽ കൊടുക്കട്ടോ. അപ്പോൾ ടാങ് ചോദിച്ചേ, അപ്പോൾ നിനക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിയ പറയണം, അതിനെ ആർക്ക് ഇഷ്ടപ്പെട്ടെന്നാ, പിന്നെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിഥി മര്യാദ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഈ കൂതറ സാധനം എന്തൊരു എരിവായതെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇനി അങ്ങനെ വൈകിട്ടുള്ള ഇൻ്റർവ്യൂവിനും ചെല്ലും കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിനുള്ള സമയത്തും ഇവന് വന്നിട്ട് ചായ കൊണ്ടുവന്നിരിക്കുന്ന സമയത്തും ഈ മോഡൽ പെണ്ണ് പറയാണ്, സാറ് വന്ന് ചായ ഒന്നും കുടിക്കത്തില്ല, അതുകൊണ്ട് ഈ ചായ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ. അപ്പം നമ്മുടെ ടാങ് ഇരിക്കും, എനിക്ക് ചായ ഇഷ്ടമല്ല, കുടിക്കാൻ പറ്റത്തില്ല, അലർജിയാണ് പാൽ എന്നുള്ള കാര്യം ഇവൾക്ക് ഇങ്ങനെ അറിയാമെന്ന് ആലോചിക്കാം. മാത്രമല്ല ഇവനാണെങ്കിൽ ഫോൺ എങ്ങാണ്ട് തറയിൽ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവൻ ഇവിടുന്ന് നമ്മുടെ സിയയ്ക്ക് ആക്ഷൻ കാണിക്കുക ഫോൺ വാങ്ങിക്കാൻ. പക്ഷെ അവൾ വിചാരിക്കുന്ന ഫോട്ടോ എങ്ങാണ്ട് എടുക്കാനാ പറയുന്നത് പറഞ്ഞിട്ട് ഇവൻ കാണിക്കുന്ന പോസ്റ്റിലൊക്കെ ഇവൾ ഫോട്ടോ എടുക്കാം. ആ സമയത്ത് മോഡൽ പെണ്ണ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഫോൺ വെച്ചോളാൻ പറയാം. അപ്പോഴും നമ്മുടെ ടാങ്ങിന് സംശയം, എൻ്റെ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇവൾക്ക് എങ്ങനെ അറിയുന്നതെന്ന് ആലോചിക്കാം. മാത്രമല്ല ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഇവരെല്ലാം തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് കാറിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ടാങ്ങിനാണെങ്കിൽ ഈ ഒരു കാര്യം തന്നെ ചിന്ത, എങ്ങനെയാണ് ആ മോഡൽ പെണ്ണിനെ എൻ്റെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം അറിയുന്നത്, ഈ സിയയ്ക്ക് പോലും അറിയാത്ത കാര്യങ്ങളല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇവൻ ഇത് സിയയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സിയ പറയാണ്, മേ ബി ആ പെണ്ണിന് നിങ്ങൾ ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ടാങ്ങിനൊന്നും ഇഷ്ടപ്പെടില്ല. ടാങ് പറയണേ, നിന്റെ അടുത്തൊക്കെ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി, ശരി ആ ടോപ്പിക്ക് വിടാൻ പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോകാട്ടോ. അന്ന് രാത്രി വന്ന് ടാങ് അതുപോലെ ഈ മോഡൽ പെണ്ണും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ മോഡൽ പെണ്ണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ കുറേ കമന്റ്സ് വന്നേക്കുവാണ്, ഈ സി എ ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ട് എന്ന് വെച്ചാൽ സി എ അല്ല ഇവന് വൈഫായിട്ട് വരേണ്ടത്, ഇതുപോലെയുള്ള ഇച്ചിരി ലെവലുള്ള പെൺപിള്ളേരാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ മോഡൽ പെണ്ണെ പുകഴ്ത്തി അവളുടെ ഫാൻസൊക്കെ കുറേ കമന്റ് ഇട്ടേക്കും. പ്രശ്നമില്ല. ആ സമയത്ത് തന്നെ മിയർ മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, ഓൾറെഡി ഫിയാൻസി ആണല്ലോ സി, അതുകൊണ്ട് ഇതൊരു പ്രശ്നമാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഈ മോഡൽ പെണ്ണ് പറയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കും കേട്ടോ. മാത്രമല്ല ഈ സമയത്ത് വന്നിട്ട് വേറൊരു ഫയലും കൂടി വാങ്ങാനുള്ളതുകൊണ്ട് സിയ വന്നിട്ട് ബിന്നിനെ കാണാൻ പോകാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ സമയത്ത് ഇവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവൾക്ക് കുറേ മെസ്സേജുകളുണ്ട്, കുറേ കമന്റ്സ് വന്നേക്കും. അപ്പോൾ ഇവളുടെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവളെ ആ മോഡൽ പെണ്ണിനെ വെച്ച് കമ്പാരിസൺ പോലെ ഇവള് ഭയങ്കര വൃത്തിയായിട്ടിരിക്കും, ഇവള് വന്ന് പൈസയ്ക്ക് വേണ്ടി മയക്കി എടുത്തതാണ്, ഇവൾക്ക് യാതൊരു യോഗ്യതയില്ല, എന്തൊരു വിദ്യാഭ്യാസം ഉണ്ട്, ആ മോഡൽ പെണ്ണിനെ ഒന്ന് നോക്കണം, ഇവളൊരു സ്ലെട്ടാണ്, അങ്ങനത്തെ രീതിക്കൊക്കെ ഇവളെ പറ്റി കമന്റ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൾക്ക് മനസ്സിൽ നല്ലപോലെ വേദനിക്കുന്നില്ല കേട്ടോ. ആ ടൈമിൽ കറക്റ്റ് ബിൻ അങ്ങോട്ട് വരിക. ബിൻ വന്ന് ആ ഫയലും കൊണ്ടുവരുന്ന സമയത്ത് ബിൻ പറയണം, എനിക്കിപ്പോൾ നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, സാരമില്ല, നാട്ടുകാർ അങ്ങനെയൊക്കെ പറയാം, അവളുടെ കുറച്ച് ഫാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നീ ഒന്ന് ആലോചിച്ച് ഹേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങ് ആശ്വസിപ്പിക്കുക കേട്ടോ ബിൻ. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ചെല്ലുന്നത് നമ്മുടെ ടാങ്ങിനെ കാണാനാണ്. എന്നിട്ട് സി ആണെങ്കിൽ ടാങ്ങിനെ കണ്ട് ആ ഫയൽ കൊടുക്കാൻ പോകുക. എന്നിട്ട് അവൾ പറയുകയാണ്, ശരി ഒന്നുമില്ലെങ്കിൽ ഞാൻ തിരിച്ച് പോകാൻ പറഞ്ഞ സമയത്ത് അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഏതൊരു അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഈ മോഡലിനെ വെച്ച് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവർ ശ്രദ്ധിച്ചല്ലോ, അതുകൊണ്ട് ഇവൾ പറയുകയാണ്, ശരി എന്നാൽ ഞാൻ പോവാണ്, വേറെ ജോലിയൊന്നും ഇല്ലെന്ന് വെച്ച് പോകുക. അപ്പോൾ ഇവ ആലോചിക്കുകയാണ്, ദൈവം ഞാൻ ഇത്രയും സാലറി കൊടുത്ത് ഇവിടെ നിർത്തിയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോലും ഇവളെന്നെ വിളിച്ചില്ലോ എന്നിരിക്കുക, അവനും ഇരിക്കാം. ഇനി ഇവളാണെങ്കിൽ വർക്ക് ചെയ്യാൻ ചെന്നിരിക്കുമ്പോഴൊക്കെ ഇവൾക്ക് ഈ കാര്യം മനസ്സിലായി, കാരണം ഇവൾ അത്രയും തരം താഴ്ത്തിയല്ലേ കമന്റ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇവളങ്ങ് ടെൻഷനായിട്ട് പിന്നെ മനസ്സൊക്കെ ഒന്ന് കൂളാക്കാൻ നോക്കാം. ആ സമയത്താണ്
മോഡൽ പെണ്ണ് ഇവളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇവള് ചെന്നിരിക്കുന്ന സമയത്ത് മോഡൽ പെണ്ണ് ഇവളോട് സോറി ചോദിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പോസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും പ്രശ്നം വന്നത്, ഞാൻ കാരണം നീ ഇങ്ങനത്തെ കമൻസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു സോറി ചോദിക്കുമ്പോൾ സേബർ അത് കുഴപ്പമില്ല, അത് അങ്ങനെയല്ലേ, അത് പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് ഇവളും പറയണം. മാത്രമല്ല മോഡൽ പെണ്ണ് പറയണം നമുക്ക് എന്നാൽ ഫ്രണ്ട്സ് ആയിരിക്കാം, നിനക്ക് എന്തെങ്കിലും വിഷമം കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, ഞാനത് നോക്കിക്കോളാം എന്ന് മോഡൽ പെണ്ണ് പറയുവാണ്. അപ്പോൾ ഇവള് പറയുവാണ് നമ്മൾ സിയെ പറയണം അല്ല വേറൊന്നുമില്ല, ഞങ്ങൾക്ക് ഇച്ചിരി ടൈം കിട്ടിയില്ല സംസാരിക്കും, കാരണം ആളിപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം ലോഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മോളിൽ പെണ്ണ് ഒരു ഐഡിയ കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യും, പാലൊക്കെ കുടിച്ചാൽ നല്ലപോലെ എനർജി കിട്ടും, പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൽ റിലേറ്റഡ് ആയ പാലുകൊണ്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവന് കൊടുക്കും, അവൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യില്ല, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അപ്പോൾ അവന് നിന്നോട് സ്നേഹമാവും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കാം. അപ്പം അന്ന് രാത്രി ഇവൻ അങ്ങ് ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ആലോചിക്കുന്നത് ചുമ്മാ അല്ല ഇവള് ഇത്രയും ഒരു സങ്കടത്തിരുന്നേ, ഈ ഇതായിരുന്നല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്നിട്ട് ആ PR മാനേജർ വിളിച്ചിട്ട് പറയണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, എൻ്റെ ഫിയാൻസിക്ക് ഒരു പ്രശ്നവും വരാൻ പറ്റില്ല, അവളെ പറ്റി ഇങ്ങനെ ആരൊക്കെ സംസാരിച്ച് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന് കാര്യങ്ങളെല്ലാം ഫയലെല്ലാം കൊടുത്തിട്ട് എല്ലാം ഡീൽ ചെയ്യാൻ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രിയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്, ഉച്ചയ്ക്കൊന്നും അവൻ ഈ കാര്യത്തെ പറ്റിയൊന്നും അറിഞ്ഞില്ലായിരുന്നു. എന്നിട്ട് അവൾ വന്നിട്ട് അവനൊരു പാൽ കൊണ്ടുണ്ടാക്കി നല്ലൊരു കേക്ക് ബേക്കറിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കണോ ഇപ്പോഴാണ് എന്നെ കാണാൻ വരാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് കഴിച്ചിട്ട് ചോദിക്കുവാണ് നീ എൻ്റെ അടുത്ത് എന്താ എല്ലാ കാര്യം തുറന്നു പറയാൻ, ഞാൻ എൻ്റെ അടുത്ത് എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കണം. അപ്പോൾ ഇവള് പറയണം എന്തിനാ ഞാൻ നിങ്ങൾ ഇത്രയും ബിസി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിച്ച സമയത്ത് ഇവൻ പറയും നീ എൻ്റെ ഫിയാൻസിയാണ് മനസ്സിലായി, ആ കാര്യം നീ മറക്കരുത്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറയണം, അതിന് വേണ്ടി എത്ര ടൈം വേണമെങ്കിലും ഞാൻ മാറ്റി വയ്ക്കുക, അതൊന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ഇവള് പറയണം അതിന് ഞാൻ റിയൽ ഫിയാൻസി അല്ലെന്ന് പറയുന്ന സമയത്ത് അവൻ പറയും ഇപ്പം നീ എൻ്റെ ഫിയാൻസി അല്ലേ, നീ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി പറഞ്ഞിട്ട് ഇവളുടെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വരും കേട്ടോ. ആ സമയത്ത് ഇവന് വന്ന് വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അപ്പോൾ ഇവൻ ചോദിക്കണം നീ എന്തുകൂടി എന്നെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചേർത്തിട്ടാണോ കൊണ്ടുവന്ന് തരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയാം അല്ല ഞാൻ ഇത് ബേക്കറിയിൽ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് എന്താ പാൽ വെച്ചിട്ടുള്ളതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞ സമയത്ത് അവൻ പറയണേ എനിക്ക് ഈ സാധനം അലർജി ചെയ്യുന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടറി എന്ന് പറഞ്ഞിട്ട് ഇവൻ വേഗം ബാത്റൂമിൽ പോകാട്ടോ. ഇപ്പം നമ്മൾ സിയൊക്കെയാണെങ്കിൽ ആകെ സങ്കടമായി, അവൾ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, പക്ഷേ അതിങ്ങനെയാവും അവൾ വിചാരിച്ചില്ലല്ലോ. എന്നിട്ട് ഇവള് വന്നിട്ട് ആ മോളിൽ പെണ്ണിനെ മെസ്സേജ് ഇടുവാണെന്നാണ് ഇങ്ങനെ പ്രശ്നമായി അവനിങ്ങനെ അലർജി ഉണ്ടായിരുന്നു ഭയങ്കര വിഷയമെന്ന് പറഞ്ഞ സമയത്ത് മോളിൽ പെണ്ണ് പറയണം നീ ഇപ്പം അടുത്തൊന്നും അവൻ്റെ അടുത്ത് പോകാനോ ആശ്വസിപ്പിക്കാനൊന്നും നിൽക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവന് ഇത്രയും നീ കാരണമല്ല ഇത്രയും പ്രശ്നം ഉണ്ടായി, നീ ചെന്നാൽ കൂടുതൽ ദേഷ്യമാകത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ ഒന്നും അനങ്ങാനൊന്നും പോയില്ലെന്ന് പറഞ്ഞിട്ട് മോളിൽ പെണ്ണ് മെസ്സേജ് അയക്കുക. ആക്ച്വലി ഈ മോളിൽ പെണ്ണിന് നമ്മുടെ ടാങ്കിനടുത്ത് എന്തൊരു ക്രഷും കാര്യങ്ങളുണ്ട്, അപ്പോൾ ഇവർ രണ്ടുപേരും പിരിക്കാൻ വേണ്ടിയാണ് ഈ മോളിൽ പെണ്ണ് ചെയ്യുന്നത്. പക്ഷേ ഈ മന്ദബുദ്ധി അതറിയാതെ എല്ലാ കാര്യം ചെന്ന് പറയുന്നത് ആ മോളിൽ പെണ്ണിൻ്റെ അടുത്താണ്. ഈ പിറ്റേന്ന് രാവിലെ ആയിട്ട് ഇവിടെ ഒന്നും കാണാനില്ല, ഉച്ചയാവാറായിട്ടും നമ്മുടെ സി ആണെങ്കിൽ ടാങ്കിനെ കാണാൻ വന്നില്ല. അപ്പോൾ ഈ ആലോചിക്കണം ദൈവമേ അവള് കാരണം എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത്, എന്നിട്ട് അവൾ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാളെ ഇരിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആരോണ്ട് വരുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഇവൻ വിചാരിക്കും അതങ്ങാണ്ട് സിയാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എണീറ്റിക്കുമ്പോഴേക്കും വരുന്ന മോൾ പെണ്ണാണ്, വേറൊന്നുമല്ല മോൾ പെണ്ണി ഇവന് വേണ്ടിയിട്ട് സൂപ്പ് എല്ലാം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവനങ്ങ് നിരാശയാവും, കാരണം സി അല്ലല്ലോ വന്നേ. അപ്പോൾ ഈ മോളിൽ വേണ്ടി സംസാരിച്ചിട്ട് പറയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് തരുന്ന സമയത്ത് ഇവൻ പറയണം ഇല്ല ഞാൻ അങ്ങനെ സൂപ്പൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കറക്റ്റ് വന്ന് സി അങ്ങോട്ട് ഇവന് വേണ്ടി സൂപ്പൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൻ ഹാപ്പി ആവുക. മാത്രമല്ല മോഡൽ പെണ്ണ് ഓൾറെഡി സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കണ്ടുകൊണ്ട് സി എന്ത് ചെയ്യാൻ ചെയ്യും നേരെ അവളെ സൂപ്പ് കൊടുക്കാതെ തന്നെ അവൾ അവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇവൻ വന്ന് ഇവൾ പോകുമ്പോൾ ഇവൾ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ മോളിൽ പെണ്ണ് കൊണ്ടുവന്ന സൂപ്പ് ഉണ്ടല്ലോ അത് തട്ടി ഇവൻ്റെ കൈ വീഴുവാണ്. അപ്പോൾ അവൾ ഇതെല്ലാം മോളിൽ പെണ്ണ് തുടച്ചു കൊടുക്കുക കേട്ടോ. മാത്രമല്ല ഇവനങ്ങ് ടെൻഷൻ. മോളിൽ പെണ്ണ് പറയുന്നത് ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ ടാങ്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സിയെ കാണാൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ മോളിൽ പെണ്ണ് പറയണം അല്ല എന്നെ പറഞ്ഞു വിടാൻ നിങ്ങൾ ഇത്രയും ഫോർമലായിട്ട് വരണമെന്നില്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് ടാങ്ക് പറയണം അത് വേറെ ഒന്നുമില്ല എൻ്റെ ഫിയാൻസിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ മോളിൽ പെണ്ണ് ഒരു കാര്യം ആലോചിക്കുന്നത്, അവളൊരു ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് സൂപ്പ് കൊടുത്തില്ല ഇവന്. ആ ഫ്ലാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വന്നിട്ട് ഒരു ചെറുക്കൻ്റെ കാര്യം ആലോചിക്കുക, വേറെ ഒന്നുമില്ല. ഇവൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ ടാങ്കിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചെറുക്കന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അവനെ പിള്ളേരെല്ലാം ബുള്ളി ചെയ്ത സമയത്ത് ഇവനാണ് വന്ന് രക്ഷിച്ചതൊക്കെ. ആ സമയത്ത് ഇവൻ വന്ന് കൊടുത്തു പോയ ഫ്ലാസ്ക്കാണ് ഈ പിങ്ക് കളറിലുള്ള ഫ്ലാസ്ക്. ഇതിനെ പറ്റിയൊക്കെ മോളിൽ പെണ്ണ് ആലോചിച്ചിട്ട് അവിടെ നിന്ന് പോകണം. ഇനി നമ്മുടെ ടാങ്ക് ആണെങ്കിൽ നേരെ സി എടുത്ത് നിന്നിട്ട് പറയണം നേരെ സൂപ്പ് ഇങ്ങനെ ഞാൻ കുടിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇവള് പറയണം ഇനിയിപ്പോൾ നീ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് സൂപ്പ് കൊണ്ടുവന്ന ഒരാൾക്കാരുണ്ടല്ലോ നീ അത് കഴിച്ചേക്കാൻ പറയുന്ന സമയത്ത് അവൻ പറയാം അയ്യോ എനിക്ക് ആ സൂപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല, നീ ഉണ്ടാക്കിയ സൂപ്പ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കും കേട്ടോ. മാത്രമല്ല കഴിച്ച് കഴിയുമ്പോൾ ഇവള് പറയണേ ശരി എന്നാൽ ആ കഴിച്ച പാത്രം കഴുകി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള മറ്റേ കോവർക്കേഴ്സ് എല്ലാവരും കൂടി ചിരിക്കും. നമ്മുടെ സി എ വന്നിട്ട് ആ മോളിൽ പെണ്ണ് വിളിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കണം എങ്ങനെയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ, നിങ്ങളിപ്പോൾ സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ച
സമയത്ത് നമ്മുടെ സി എ പറയണോ ഞങ്ങൾ എന്തോ സംസാരിക്കാനാ, അതിനൊന്നും ടൈം കിട്ടിയില്ല, ആള് ഭയങ്കര ബിസിയാന്ന് പറയാം. അപ്പൊ ഈ മോൾ പെണ്ണ് പറയാണ് നീ എപ്പോഴും അവന്റെ കൂടെ ഈ പറ്റിപ്പിടിച്ച് നിന്നാ മതി, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ ആവും, നീ എപ്പോഴും അവന്റെ കൂടെ ഇരിക്കാൻ നോക്കി, ഇച്ചിരി ക്ലിങ്കി ആവാനൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ സി എം വിചാരിക്കും ഓക്കെ ഇവള് പറഞ്ഞതല്ലേ ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സി അവിടെ നിന്ന് പോവാം. എന്നിട്ട് ഈ മോൾ പെണ്ണ് ആലോചിക്കുവാണ് ആക്ച്വലി ഇവർ ചെറുപ്പത്തില് മറ്റൊരു പയ്യനെ കാണിച്ചില്ലായിരുന്നോ, അപ്പൊ ആ പയ്യൻ വന്നിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടുവന്നിട്ട് ടാങ്കിന് ഒരിക്കൽ കൊടുത്ത്. അപ്പൊ എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുവാണ്, ഈ ചെറുക്കൻ വന്ന് ടാങ്കിന്റെ അടുത്ത് പറയണം ഇത് ഈ മാസം 13-13 തീയതി ആയതേ ഉള്ളൂ, ഇപ്പഴേ 27ാമത്തെ ലവ് ലെറ്ററാണ്, ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു പെണ്ണ് തന്നേന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കാണിക്കും. അപ്പൊ ടാങ്ക് പറയണേ എനിക്ക് ഇങ്ങനത്തെ ക്ലിങ്കി ആയിട്ടുള്ള പെമ്പിള്ളേരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എപ്പോഴും ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് കൂടെ കാണും, അതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കാണും കേട്ടോ. മാത്രമല്ല അപ്പൊ എടുത്തുകൊണ്ട് നമ്മുടെ ഈ പയ്യൻ മറ്റേ പയ്യൻ പറഞ്ഞു കാണും എനിക്കൊരു അനിയത്തി ഉണ്ടെന്ന്, എനിക്ക് ഏത് ടൈപ്പ് പെമ്പിള്ളേരെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ, എന്റെ അനിയത്തി നല്ല സുന്ദരിയാ, അപ്പൊ അവൾക്ക് വേണ്ടി നോക്കാന്ന് പറയുന്ന സമയത്ത് ടാങ്ക് പറയുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ടാങ്ക് അവിടെ നിന്ന് പോയി കാണും. അപ്പൊ ഈ കാര്യം വന്ന് ആ മോഡൽ പെണ്ണ് ആലോചിക്കുവാണ്. അപ്പൊ സി എ ഇച്ചിരി ക്ലിങ്കി ആവണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് കുറച്ച് ഗ്രേപ്സ് എടുത്ത് അവളുടെ അടുത്ത് ചെന്ന് നിൽക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി എടുത്തോണ്ട് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന പോലെ നിൽക്കും. അപ്പൊ ഇവൾക്ക് എന്തോ പറ്റി, ഇത് എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നല്ലോ ചെയ്യുന്ന സമയത്ത് ഇവള് പറയാം അതൊന്നുമല്ല ഞാൻ ഇച്ചിരി ജോലി എടുത്ത് ഇച്ചിരി എക്സസൈസ് ആവത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയാം അതിനെ ആന്റി ഉണ്ടല്ലോ അവര് ചെയ്തോളും നീ എന്തൊന്നും ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഇവള് പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പൊ ഇവൻ ചോദിക്കും നിനക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ, നീ എന്തെങ്കിലും എന്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നോന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയും ഞാനെന്ത് ഹൈഡ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നൊരു സാധനം തറ വീണ് കിട്ടും. ആക്ച്വലി അത് അവന് വന്നിട്ട് അവന്റെ ഗ്രാൻഡ്പയോ എങ്ങാണ്ട് എന്തോ ഒരു പട്ടിക്കുട്ടുണ്ടായിരുന്നു, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊടുത്തതായിരുന്നു ഈ ഒരു ക്രിസ്റ്റലിന്റെ ഒരു സാധനം. അപ്പൊ ആ സാധനമാണ് ഉള്ള കൈ കൊണ്ട് താഴെ വീണ് പൊടിയത്. അപ്പൊ അവൻ ഭയങ്കര ഇമോഷണലായിട്ട് അവളടുത്ത് ഷൗട്ട് ചെയ്യാം നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിന്നെ കാണേ വേണ്ട, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സി എം ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. എന്റെ സ്ത്രീ ആദ്യം ചോദിച്ചു ഞാൻ മോൾ പെണ്ണെ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം തറ വീണ് പൊട്ടിയെന്ന്. അപ്പൊ എടുത്തിട്ട് ആ മോൾ പെണ്ണ് പറയാണ് ഓക്കെ അവന് ചിലപ്പോ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും കൊടുത്തൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും ദേഷ്യപ്പെടും, നീ അത് കാര്യമാക്കണ്ട, ഒരു കാര്യം ചെയ്യും നീ അവന്റെ അടുത്തൊന്നും ചെന്ന് ഇപ്പൊ സോറി ഒന്നും ചോദിച്ചു കളയല്ലേ, ചിലപ്പോ അവൻ നല്ല കലിപ്പിയെ നിൽക്കുക എന്തെങ്കിലും പ്രശ്നമായി കളയുമെന്ന് പറയുന്ന സമയത്ത് സിയും പേടിച്ചു നോക്കിയും അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അവന്റെ ആ വീടിനകത്തൊരു ഓഫീസ് മുറിയുണ്ട്, അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കും ഈ സാധനം പൊട്ടിയില്ലെന്ന്. ആ സമയത്ത് കറക്റ്റ് വന്ന് ഈ മോഡൽ പെണ്ണിന്റെ ഒരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ എന്റെ ഈ സാധനം ശരിയാക്കി തന്നതിന് വളരെയധികം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അയക്കും കേട്ടോ. അപ്പൊ നമ്മൾ ടാങ്ക് നോക്കിയതെന്ത് ഇവള് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ ഇവള് പറയാം അയ്യോ സോറി ഞാൻ ആള് മാറി മെസ്സേജ് തരാം, ഇത് വന്ന് എന്റെ ഒരു പെൻഡന്റ് ആയിരുന്നു, ഇത് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തറവിന് പൊട്ടിപ്പോയി, അവരതൊരു കുഴപ്പമില്ലാതെ കണ്ട് എന്ത് വൃത്തിയായിട്ടാണ് ശരിയാക്കി തന്നേക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് ഈ മോഡൽ പെണ്ണ്. അപ്പൊ ടാങ്ക് ചോദിക്കണോ ഓക്കെ എന്റെ കയ്യിലൊരു സാധനം ഉണ്ട് അത് അവര് ശരിയാക്കി തരാനായിട്ട് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ബുക്ക് ചെയ്യാവോ അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന സമയത്ത് ഇവളാണ് അവരിപ്പോ സെയിൽസ് ഒന്നും എടുക്കുന്നില്ല, പിന്നെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആവണം ഞാൻ വേണമെങ്കിൽ ഞാനായിട്ട് തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ടാങ്കിന്റെ അടുത്തും അവള് പറയണം. അത് കഴിഞ്ഞ് ടാങ്ക് വിചാരിക്കണം ഓക്കെ ഞാൻ അവളെ കുറെ വഴക്ക് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവളോട് സോറി ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവൻ വരുന്ന സമയത്ത് ഇത് കാണുമ്പോ സിയക്ക് പേടി, ഓൾറെഡി മോളിൽ പെണ്ണ് പറഞ്ഞോണ്ട് ഇനിയും വഴക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ടാവും നീ അനങ്ങാൻ പോകണമെന്ന്, അതുകൊണ്ട് ഇവളങ്ങ് ഉറങ്ങിയ പോലെ കിടക്കുക. അപ്പൊ ഇവള് വന്ന് നോക്കുമ്പോ ഇവളങ്ങ് ഉറങ്ങിയ പോലെ കിടക്കുന്നുണ്ട്, അവനെ അവിടെ നിന്ന് പോവാട്ടോ. പിറ്റേന്ന് രാവിലെ ആകുമ്പോ ഇവനാണെങ്കിൽ ഭയങ്കര റിഗ്രറ്റ്, അവളെ കിടന്ന് വഴക്കും പറഞ്ഞല്ലോ, അവളാണെങ്കിൽ അവന്റെ മുന്നേ പോലും വരുന്നില്ല. അപ്പൊ ഒരു സോറി ചോദിക്കാന്ന് വെച്ചാൽ പോലും ഇവള് മുന്നേ വരുന്നില്ല, ഇനിയിപ്പോ എന്തോ ചെയ്യും എന്നാ അവളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടെന്നെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് കറക്റ്റ് മോൾപ്പെണ്ണിന്റെ കോള് വരും. വേറെ ഒന്നുമല്ല ഇവന്റെ വന്നിട്ട് ആ ഒരു പൊട്ടിയ സാധനമില്ല ക്രിസ്റ്റല് അത് ശരിയാക്കിയെന്ന് പറഞ്ഞിട്ടൊരു കോളാ വരുന്നത്. അപ്പൊ എന്നിട്ട് അവളുടെ അടുത്ത് പറയണം നീ എനിക്ക് എത്ര പൈസ ചെലവായോ അത് ഞാൻ തന്നേക്കാന്ന് ടാങ്ക് പറയുന്ന സമയത്ത് ഈ മോളിൽ വേണ്ടി പറയാണ് ഓ പൈസ എന്തിനാ തരുന്നത്, നമ്മൾ ഇച്ചിരി ക്ലോസ് അല്ലേ, നല്ല ഫ്രണ്ട്സ് പോലെയല്ലേ, ഞാൻ ഇത്രയും നല്ല ഹെൽപ്പ് ചെയ്തില്ലേ, എനിക്ക് അങ്ങനെ പൈസ ഒന്നും വേണ്ട, ഇച്ചിരി ഹോംലി ഫുഡ് കഴിച്ച് എനിക്ക് കൊള്ളാവുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഡിന്നറിന് വിളിക്കുമെന്ന് ചോദിക്കണം. അപ്പൊ ഇവനെ നോ പറയുന്നില്ല. മാത്രമല്ല ഈ മോളിൽ വേണ്ടി പറയണം നിങ്ങളുടെ ഫിയാൻസിയുടെ കുക്കിംഗ് സ്കില്ലൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, അവിടെ ഞാനിന്ന് വന്നോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവനും പറയും ശരി എന്നാ വൈകിട്ട് ഡിന്നറിന് വരാൻ പറയണം. അങ്ങനെ ഡിന്നറിന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സി എ വന്നിട്ട് ഈ മോൾ പെണ്ണോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വഴി തെറ്റാതെ കറക്റ്റ് വീട്ടിലേക്ക് വന്നത് നിങ്ങൾക്ക് ഈ വഴിയൊക്കെ പരിചയമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് മോൾ പെണ്ണൂറാണ് ഞാൻ ഇവിടെ ഇടയ്ക്ക് യൂഷ്വലി വന്ന് പോകുന്നതാണ് ഇവിടെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ, അവിടെ എനിക്ക് ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും കേട്ടോ. മാത്രമല്ല ഈ മോഡൽ പെണ്ണ് പറയണം ഈ മറ്റേ ആ പൊട്ടിയ സാധനം കൊടുത്തിട്ട് പറയണം ഇത് വളരെയധികം സൂക്ഷിച്ചു വെച്ചേക്കുക കേട്ടോ. മാത്രമല്ല
സിയോട് ചോദിക്കണം, ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം അവന്റെ ഫാമിലിയിൽ റിലേറ്റീവ്സ് ആരെങ്കിലും കൊടുത്തത്, നീ എന്ത് പരിപാടിയെ കാണിച്ചു, സി ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ടതെന്ന് പറയട്ടോ. അപ്പൊ സിക്ക് എന്തോ പറയണമെന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, അവളുടെ ഭാഗത്ത് തെറ്റുപറ്റി, അവൾക്ക് അറിയത്തില്ല. അവള് ഷോക്കായി നോക്കുന്നത് നമ്മുടെ മോൾ പെണ്ണിനെ എങ്ങനെ അറിയാം ഇവന്റെ റിലേറ്റീവ് കൊടുത്താന്ന്, ആ കാര്യം സിക്ക് പോലും അറിയത്തില്ല. അപ്പൊ എടുത്തുകൊണ്ട് നമ്മൾ ടാങ്ക് ചോദിക്കണം, അല്ല എന്റെ റിലേറ്റീവ് തന്നാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം. അപ്പൊ ഈ മോൾ പെണ്ണ് പറയണേ, അത് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ, നിങ്ങളുടെ ആ ഒരു ഇമോഷനും കാര്യങ്ങളും ആ ഒരു സങ്കടവും കണ്ട ആർക്ക് വേണേലും മനസ്സിലാക്കാലോ എന്ന് പറയണം. മാത്രമല്ല ഈ മോഡൽ പെണ്ണ് പറയണം, ഇപ്രാവശ്യം സിയ നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ നിന്റെ കൂടെ നിൽക്കത്തില്ല, ഞാൻ ടാങ്ങിന്റെ കൂടെ നിൽക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം തെറ്റി നിന്റെ ഭാഗത്താന്ന് പറഞ്ഞിട്ടും നമ്മുടെ സിയെ ഇതാക്കി പറയുകയാണ്. മാത്രമല്ല നീ ഇത്രയും കെയർലെസ് ആയത് ശരിയായില്ലെന്ന് പറയണം. അപ്പൊ സിക്ക് ഇതെല്ലാം കൂടി കേട്ടപ്പോ അവൾക്ക് അങ്ങ് ആകെ മൊത്തം സങ്കടമാകും. അപ്പൊ സി പറയണത് ശരിയാണ്, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ഒരു ഫിയാൻസി എന്നുള്ളത് എനിക്ക് ഞാൻ ഇച്ചിരി കെയർ എടുത്ത് കാര്യങ്ങൾ ചെയ്യണതായിരുന്നു. അവിടെ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഫുഡ് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് സി അവിടെ നിന്ന് എണീറ്റ് പോകാം. അപ്പൊ ടാങ്ങിന് കാര്യം മനസ്സിലായി നമ്മുടെ സിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മാത്രമല്ല അപ്പൊ ടാങ്ക് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഡയറ്റ് നോക്കണം, അവിടെ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുന്നു പറയാട്ടോ മോൾ പെണ്ണിന്റെ അടുത്ത്. കാരണം ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് മോൾ പെണ്ണ് ചോദിക്കണം, അല്ലേ ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാണ്, നീയല്ലേ പറയുന്നത് നിനക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഭയങ്കര കൃത്യമായിട്ട് അറിയാന്ന്, അവിടെ നീ ഒറ്റയ്ക്ക് പോയിക്കോളില്ലേ, ഞാൻ എന്റെ ഫിയാൻസി ഒന്ന് പോയി കാണട്ടെ, അവൾ ഇച്ചിരി ഓക്കെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സി ആണെങ്കിൽ അവൾക്കാണെങ്കിൽ കണ്ണീര് തന്നെ വന്ന് അവളൊരു പാവയും പിടിച്ചെന്ന് പറയുകയാണെങ്കിൽ ശരിയാ, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ യാതൊരു യോഗ്യതയില്ല. മാത്രമല്ല ഈ മോൾ പെണ്ണ് എത്ര കാര്യങ്ങൾ കെയർ എടുത്ത് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം, അവര് തമ്മിലെ മാച്ച് ആവുന്നത്, ഞാൻ തമ്മിലൊരു മാച്ച്, ഞാനും അവനും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെന്ന് പറഞ്ഞാൽ ഇവള് അവിടെ സങ്കടപ്പെട്ടിരിക്കാം. ആ സമയത്ത് ടാങ്ക് അങ്ങോട്ട് വന്നിട്ട് ഇവളെടുത്ത് പറയാണ്, നീ എന്തിനാ കരയുന്നേ, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാട്ടോ. ഇനി നിന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടതിനെങ്ങാനാണോ നീ കരയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയാണ്, അതൊന്നുമല്ല, നിങ്ങൾക്ക് വന്ന് അവളുമായിട്ട് എന്തെങ്കിലും സീക്രട്ട് അഫെയർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലായിട്ട് സീക്രട്ട് അഫെയർസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ ചിരിക്കും, എന്തുവാടി നീ ചോദിക്കുന്നേ, എന്തുവാ നിനക്ക് ജലസ് ഞാൻ ആവുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയാണ്, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയണം, ഞാൻ നിങ്ങളുടെ കൂടെ കോൺട്രാക്ട് ഇട്ടേക്കുമല്ലേ, അപ്പൊ എനിക്ക് അതിന്റെ അനുസരിച്ച് അഭിനയിക്കണേ, അത് വേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവനും അപ്പം പറഞ്ഞു, ശരി എന്നാ മനസ്സിലാക്കാം, നമുക്ക് ഇച്ചുകൂടെ ആഴത്തെ മനസ്സിലാക്കാന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് എടുത്തോണ്ട് പോകും. അപ്പൊ ഇവള് പറയും, അയ്യോ അയ്യോ ഞാൻ റെഡി ആയിട്ടില്ല, എന്നെ വിടണേന്ന് പറഞ്ഞിട്ട് ഇവളവിടെ കൂവി വിളിക്കുക. വേറെ ഒന്നുമല്ല, ഇവൻ കൊണ്ടുവരുത്തിയിട്ട് ഇവന് ചെറുപ്പം തൊട്ടുള്ള ഫോട്ടോസ്, ഇവന്റെ വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുക, ഓരോരോ ഫോട്ടോസ്, ഇതിൽ അതാണ്, ഇങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റിലാണ് ഈ ഫോട്ടോ എടുത്തത്, എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവരെ കുറെ സാധനങ്ങളെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ചോദിക്കണം, സിയ നിന്റെ ലൈഫ് എങ്ങനെയാ, നിന്റെ കാര്യം കൂടെ എന്റെ അടുത്ത് ഷെയർ ചെയ്യുക, എപ്പോഴല്ലേ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ സമയത്ത് സിയ പറയണേ, എന്റെ ഒരു സാധാരണ ലൈഫാണ്, എനിക്ക് വന്നിട്ട് ഒരു അസുഖം വന്നു 5 വയസ്സുള്ളപ്പോ, അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുമ്പുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല, ഹോസ്പിറ്റലൊക്കെ അതുകൊണ്ട് തന്നെ കുറെ പൈസ ചെലവായി. അതുകൊണ്ട് എന്റെ ഗ്രാൻഡ്പയ്ക്ക് അതുപോലെ എന്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടം, എല്ലാവരും എപ്പോഴും എന്നെ ഒരുമാതിരി അവോയ്ഡ് ചെയ്തിട്ടുള്ള രീതിക്കാണ് എന്നെ പെരുമാറുന്നത്. മാത്രമല്ല എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയ സമയത്തും എന്നെ പഠിപ്പിക്കാൻ വേണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ എന്റെ ഗ്രാൻഡ്പയ്ക്കും പപ്പയ്ക്കും തീരെ താല്പര്യമായിരുന്നു. അവര് പറയുന്നത് ഒന്നെങ്കിൽ ഇവളെ കെട്ടിച്ചു വിടുക, അല്ലെങ്കിൽ ഇവൾക്ക് വല്ല ജോലിക്ക് വിടുക, അല്ലാതെ ഇവളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും എന്റെ അമ്മയാണ് കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചതും എന്റെ യൂണിവേഴ്സിറ്റി ഫീസ് എല്ലാം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ സങ്കടമൊക്കെ പറയാട്ടോ. ഇനി ബിന്നിന്റെ കൂടെ നമ്മുടെ ടാങ്ക് ആണെങ്കിൽ ഓൾറെഡി പാർട്ട്ണർ ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഇച്ചിരി കൂടി പ്രൊഡക്ട്സ് വന്നിട്ട് അവരുടെ ലോഞ്ചിൽ ആഡ് ചെയ്യാനായിട്ട് ആ ഫയൽ കൊടുക്കാനായിട്ടാണ് നമ്മുടെ സി ചെന്നിരിക്കുന്നത്. നമ്മുടെ സിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ബിന്ന് പറയണോ, നിനക്ക് ഞാൻ പറഞ്ഞു തന്നേക്കാന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പുറത്ത് ഓക്കെ ബായ് പറയാൻ പോകുന്ന സമയത്ത് ഇവിടെ പറയാണ്, താങ്ക്സ്, വളരെയധികം താങ്ക്സ് ഉണ്ട്, നിങ്ങളിപ്പോ എന്റെ ടീച്ചർ കണക്കാണ്, കാരണം എനിക്ക് എല്ലാം പഠിപ്പിച്ചെന്നല്ലോ, എനിക്കൊരു സാറാന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയണം, ഓക്കെ എന്നാ എന്റെ കുട്ടിന് ഇന്നറിന് വരാമോ, ഇത്രയും ലേറ്റ് ആയില്ലേ, അവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചോണ്ട് പോവാം. അപ്പൊ ഇവളാണെങ്കിൽ ഫുഡ് കഴിക്കായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ടാങ്ക് ആണെങ്കിൽ വീട്ടിൽ ചെന്ന് അപ്പാർട്ട്മെന്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവളെന്ത് ഈ സമയമായിട്ടും വരാത്ത, എന്നെ കാണാൻ ഇത്ര നേരമായിട്ട് വന്നില്ലോ, ഒരു കാര്യം ഈ പെണ്ണിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞിരിക്കാം. എന്നിട്ട് ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവള് വന്നിട്ട് റെസ്റ്റോറന്റിൽ ഇവന്റെ കൂടെ ഫുഡ് കഴിക്കുമല്ലേ, അപ്പോൾ ഇവള് പറയണം, ഞാൻ വന്നിട്ട് ബിന്നിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തു വന്നു. അപ്പൊ നമ്മുടെ ടാങ്കിനെ കലിപ്പാവുക. ടാങ്ക് ചോദിക്കും, നീ എന്തുവാടി അവനെ ഡേറ്റ് ചെയ്യുവാണോന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫോണിൽ നിന്ന് കുറച്ച് ശബ്ദം പുറത്തേക്ക് ഇരുന്ന് തോന്നുന്നു. അപ്പൊ സിയെ നേരെ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മാറി നിന്ന് സംസാരിക്കും കേട്ടോ. അപ്പൊ ടാങ്ക് ചോദിക്കണം, നീ എന്തിനാ വല്ല ആണുങ്ങളുടെ കൂടെയൊക്കെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത്, ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക, പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യമൊന്നും നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ചോദിക്കണേ, അതിന് നിങ്ങളുടെ ബർത്ത്ഡേ ഇന്നാണോ, ഓഫീസിലുള്ള ഫയൽ നോക്കിയപ്പോൾ നിങ്ങളുടെ
ഡേറ്റ് ബർത്ത് വേറെ ഒരു ദിവസമായിരുന്നല്ലോ എന്ന് ചെയ്യുന്ന സമയത്ത് പറയണം അത് വന്ന് ഇച്ചിരി തെറ്റാണ്, എന്റെ ID കാർഡിൽ ഇന്ന് എന്റെ ബർത്ത്ഡേ വന്നിട്ട് അവിടെ നീ എന്താ ഇതുവരെ വരാത്തെ, ഒന്നുമില്ലെങ്കിൽ നീ ഫേക്ക് ആണെങ്കിൽ എന്റെ ഫിയാൻസി ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പറയണം ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ബിന്നിന്റെ അടുത്ത് പറയണം ഞാൻ അർജന്റായിട്ട് എനിക്കൊരു കാര്യമുണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരും കേട്ടോ. ഇനി അവള് വീട്ടിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ടാങ്ക് ആണെങ്കിൽ നല്ല കലിപ്പായിരിക്കുക. അപ്പോൾ പറയാണ് ശരി ബർത്ത്ഡേ അല്ലേ ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് തരാന്ന് പോയിട്ട് 2 മുട്ട എടുത്തോണ്ട് വന്നിട്ട് പറയാണ് കയ്യിൽ കൊടുത്തിട്ടാണ് മുട്ട വെച്ച് എന്താണ്ടൊക്കെ കാണിച്ചിട്ട് പറയാണ് ഇനി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും വരട്ടെ, നിങ്ങളുടെ എല്ലാ ദോഷ സമയം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇവന് ശരിയൊന്നുമില്ല, മാത്രമല്ല ഇവനൊന്നും കഴിച്ചിട്ടില്ല, ഇവളൊന്നും ശരിക്കും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഇവൻ തന്നെ പോയിട്ട് മുട്ട വെച്ചിട്ട് എന്തോ ഒരു ഡിഷ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ പറയണം ഓക്കെ ഇന്നോ ഞാൻ നിങ്ങളുടെ ബർത്ത്ഡേ മറന്നുപോയി, ഇനി നാളെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ അടിപൊളി ട്രീറ്റ് ഞാൻ തന്നെ റെഡിയാക്കുമെന്ന് പറയണം. ടാങ് എണീറ്റ് വരുന്ന സമയത്ത് സി ആണെങ്കിൽ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. മാത്രമല്ല അവനോടുള്ള സ്യൂട്ടും എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. എന്നിട്ട് സി പറയാണ് ഇന്നലെ നിന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ല, പക്ഷെ ഇന്നത്തെ ഒരു ദിവസം നിന്റെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാൻ പോവാണ്, നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന എല്ലാം എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പോൾ ടാങ് പറയണം ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടും കേട്ടോ. അപ്പോൾ ഇവള് ചോദിക്കും നിങ്ങൾ എന്തോ ഉദ്ദേശിച്ച് വരുന്നേ, ഹഗ് ചെയ്യാനൊന്നും ആണെങ്കിൽ എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ പറയണേ അയ്യോ അതൊന്നുമല്ല, ആ സൂട്ട് എനിക്ക് ഇട്ട് തരാനാണ് പറഞ്ഞതെന്ന് പറയാം. എന്നിട്ട് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂട്ട് ഇട്ട് കൊടുക്കാൻ പോയിട്ട് ആദ്യം സൂട്ടിൻ്റെ ടോപ്പില്ല അതെല്ലാം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പാൻറ് മാറ്റാൻ പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ അന്ന് അവളിച്ചിരി കുടിച്ചിട്ടിരുന്ന സമയത്ത് അവൻ്റെ ക്യാരറ്റ് കൊണ്ട് നിക്കറ് കണ്ടില്ലയോ, അപ്പോൾ അതാലോചിച്ച് ഇവൾക്കങ്ങ് ചിരിയോട് ചിരി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവള് എന്ന് വെച്ചാൽ പാന് നിങ്ങൾ തന്നെ ഇട്ടോന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവുക. എന്നിട്ട് പോകുന്ന സമയത്ത് അവൻ്റെ അടുത്ത് പറയുവാണ് അതെ ഇനിയെങ്കിലും ആ കാർട്ടൂണിൽ നിക്കറ് മാറ്റിട്ടാന്ന് പറയാട്ടോ. അപ്പൊ അവ ആലോചിക്കണം ദൈവമേ അവളത് അന്ന് കണ്ടത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ, ഇനി ഗ്രാൻഡ്മ വാങ്ങിച്ചിരുന്ന നിക്കറൊന്നും ഇട്ടാൽ ശരിയാവില്ല, നമുക്കുള്ള നിക്കറ് നമ്മൾ തന്നെ വാങ്ങിച്ചു തരണമെന്നും പറഞ്ഞിട്ട് അവൻ ആലോചിക്കുവാണ്. അത് കഴിഞ്ഞ് ടാങ്ങും സിയും ഒരുമിച്ചാട്ടോ ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഓഫീസിൽ കയറുന്ന സമയത്ത് ടാങ് വന്ന് അവിടുത്തെ CEO ആയതുകൊണ്ട് അവന് സ്പെഷ്യൽ എലവേറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിയെ പറ്റിയിട്ട് ഗോസിപ്പ് പറയുന്ന 2 പെൺപിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ സിയെ നമ്മുടെ ടാങ്ങിൻ്റെ അടുത്ത് പറയണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അവരാണെങ്കിൽ എന്നെ വന്നിട്ട് ഭയങ്കര തരം താഴ്ത്തി ഗോസിപ്പൊക്കെ പറയുന്നവരാൻ പറഞ്ഞ സമയത്തും ടാങ്ക് പറയണം ഇപ്പം നീ എൻ്റെ അഭിനയം നോക്കിക്കോന്നു. ടാങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പോകേണ്ട സ്പെഷ്യൽ എലവേറ്റർ ഉണ്ടല്ലോ അതിൽ പോവാതെ ഈ എംപ്ലോയീസ് പോകുന്ന ആ എലവേറ്ററിൽ കയറാനാണ് നിൽക്കുക. അപ്പോൾ ഇവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവൻ CEO അല്ലേ. എന്നിട്ട് ഇവർ കയറുന്ന സമയത്ത് ഈ പെൺപിള്ളേർ കയറാൻ റെഡി ആവത്തില്ല. അപ്പോൾ ടാങ്ക് പറയാണ് നിങ്ങളെന്താ കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റുക. അത് കഴിഞ്ഞ് എലവേറ്റർ പോകുന്ന സമയത്ത് നമ്മുടെ CEO ആക്ടിങ് തുടങ്ങും കേട്ടോ. അവരുടെ മുന്നിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് പറയാം ഡാർലിങ് എൻ്റെ കൈ കണ്ടോ, എനിക്ക് ഈ മോതിരം ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, എന്തൊരു ടൈറ്റായി ഇത്, ഞാനിപ്പോൾ എന്തോ വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ടാങ്ക് പറയാണ് അതാണ് മോളെ വിഷയം, ഈ ആഴ്ച നിനക്ക് എത്ര റിങ് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഈ 2 പെൺപിള്ളേർക്ക് ഓൾറെഡി ഇവർ ഗോസിപ്പ് പറയാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവർക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. എന്തോ ഇവരിങ്ങനെ സംസാരിക്കുന്ന രീതിക്ക് അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. മാത്രമല്ല ഇവരിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് സിയൊക്കെ അവൻ്റെ അടുത്ത് വന്നിട്ട് കൊഞ്ചിക്കൊഴയെന്ന് കാണുന്ന സമയത്ത് ഇവർക്ക് ഒട്ടും സഹിക്കാതെ ഇവരെങ്ങനെയെങ്കിലും എലവേറ്റർ തുറന്ന് പുറത്ത് പോയാൽ മതി എന്ന് വെച്ച് നിൽക്കുക. അവസാനം എലവേറ്റർ തുറക്കുന്ന സമയത്ത് ഇവരെങ്ങനെയൊക്കെയോ അതിനകത്തുനിന്ന് എസ്കേപ്പ് ആയി പോവാണ് ഈ 2 ഗോസിപ്പ് പെൺപിള്ളേർ. എന്നിട്ട് ഓഫീസിലൊക്കെ ചെന്ന് ടാങ്ങിനെ ആക്കിയിട്ട് ആൾ പോകുന്ന സമയത്ത് ടാങ്ക് പറയണം ഇച്ചിരി നേരം കൂടി എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കൈ പിടിച്ചേരി തല മസാജ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് പോകാമല്ലോ എന്ന് പറയുന്ന സമയത്തും സിയെ പറയണം ഓ ഇപ്പം എനിക്ക് അതിനൊന്നും സമയമില്ല, അത്യാവശ്യം ഫയൽ വന്നിട്ട് ഓഫീസിൽ ഇരിപ്പുണ്ട്, ഞാൻ അതിൻ്റെ കാര്യം നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ അവിടെ പിടിച്ചിരുത്തിട്ട് ആൾ പോകാം. ഇനി അവിടെ നിന്ന് സീൻ കട്ടാവുകയാണെങ്കിൽ നേരെ ഇവരിതെല്ലാം കഴിഞ്ഞ് ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ സിയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിയയ്ക്ക് കോള് വരികയാണ്, വേറെ ഒന്നുമില്ല അവളെ അമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ച് സംസാരിച്ച സമയത്ത് അമ്മയ്ക്ക് ഇവളോട് സംസാരിക്കാൻ പറ്റില്ല, അവിടെയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ബഹളം, അമ്മയിട്ട് അടിക്കുവാണ് ഇവളുടെ അച്ഛൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സി അങ്ങ് ടെൻഷൻ ആവുന്ന സമയത്ത് കോളും കട്ടായി പോകാം. അപ്പോൾ ഇവളാകെ പോലെ ടെൻഷനായ സമയത്ത് ടാങ് ഓടി വരും കേട്ടോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അപ്പോൾ സി പറയാണ് താണ്ടി എൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്തുവാ നമ്മുടെ സിയയുടെ പപ്പ വന്നിട്ട് സിയയുടെ അമ്മയെ അടിച്ചുകൊണ്ടിരിക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയയുടെ പപ്പയ്ക്ക് വേറെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, ഒരു പെങ്കൊച്ചായിട്ട് യങ്ങായിട്ടുള്ളൊരു പെങ്കൊച്ചാണ്, അവളായിട്ട് എന്തോ ഒരു അഫെയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ അഫെയർ പെണ്ണ് വീട്ടിൽ വന്നിരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് സിയയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയത്. മാത്രമല്ല ഈ സിയയുടെ പപ്പ ഒന്നും ജോലിക്കൊന്നും പോകത്തില്ല, സിയയുടെ അമ്മ പോയിട്ട് സമ്പാദിച്ച് കൊണ്ടുവന്നിട്ടാണ് ആ കുടുംബം നോക്കുന്നത്. ചോദിച്ചതിനെ തുടർന്നാണ് സിയുടെ പപ്പ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മൾ ടാങ് വന്നിട്ട് ഇത് തടയുക. മാത്രമല്ല ആ സമയത്ത് ഇത്രയും നേരം അനങ്ങാതിരുന്ന ഇവളുടെ ഗ്രാൻഡ്മ ഉണ്ടല്ലോ സിയുടെ, അവർ ഓടി വന്നിട്ട് സിയുടെ പപ്പ വന്ന് വേഗം പ്ലേറ്റ് മാറ്റി ചവിട്ടുവാണ്. എന്നിട്ട് പറയണം അയ്യോ അതൊന്നുമല്ല, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ച, വേറെ ഒന്നുമില്ല, ഇവൾ എന്നെ തെറ്റിദ്ധരിച്ച് ചുമ്മാ സംശയിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് ടാങ്ങിൻ്റെ അടുത്ത് പറയാം.
അപ്പോൾ ടാങ് വന്നിട്ട് പറയണം, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അയാളെ കൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വന്ന് ഇവരൊരു 15-16 വട്ടം ഈ മാസം തന്നെ ഈ പെണ്ണിനെയും കൊണ്ടിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ ഭയങ്കരമായിട്ട് ഇവർ ക്ലോസ് അയക്കുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കാം. പിന്നെ സിയുടെ പപ്പയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ സിയുടെ അമ്മ പറയണം, ഞാൻ ഇയാൾ ഡിവേഴ്സ് ചെയ്യുക, ഇനി ഇയാളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നും. അപ്പോൾ ഇയാളും പറയും, നീ ഡിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഈ ഗ്രാൻഡ് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ മറ്റേ സിയുടെ പപ്പയുടെ അടുത്ത് പറയണം, എടാ അവൾ നിന്നെ ഡിവേഴ്സ് ചെയ്താൽ പിന്നെ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ആര് നോക്കും? നീ എന്താ പറയുന്നേ? അവളുടെ അടുത്ത് നീ കെഞ്ചേ ഡിവേഴ്സ് ചെയ്യലെന്ന്, അല്ലെങ്കിൽ ശരിയാവത്തില്ലേ, നമ്മൾ പൈസ ഇല്ലാതെ തെണ്ടേണ്ടി വരുവേ, ഈ പെണ്ണിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഓക്കെ ആക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സിയുടെ പപ്പ നേരെ വന്നിട്ട് പറയണം, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ, ഞാൻ ഇവളിപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാം, എന്നെ ഡിവേഴ്സ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ആ ഫെയർ പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പറയണം. ആ സമയത്ത് ടാങ് പറയണം, അതെങ്ങനെ പോയാൽ ശരിയാവും, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻറ്റ് കാണിക്കും കേട്ടോ. ആ അഗ്രിമെൻറ്റിൽ വേറെ ഒന്നുമല്ല, ഇത്രയും കാലം നമ്മുടെ സിയുടെ പപ്പ വന്ന് എന്തൊക്കെ ചിലവാക്കിയോ ആ പൈസയല്ല ഈ പെണ്ണ് റിട്ടേൺ തരണം എന്ന് പറഞ്ഞിട്ടൊരു അഗ്രിമെൻറ്റ്. അപ്പോൾ ആ പെണ്ണ് പറയണം, അയ്യോ അതൊന്നും ശരിയാവത്തില്ല, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല, എൻ്റെ തരാനുള്ള പൈസ ഒന്നുമില്ല എന്ന സമയത്ത് ഇവർ പറയണം, അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ തരേണ്ട അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണ്ട, ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണിന് വേറെ വഴിയില്ല. മാത്രമല്ല സിയുടെ പപ്പയും പറയാണ്, നീ സൈൻ ചെയ്യുക, പൈസയുടെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന് പറയുന്ന സമയത്ത് ഈ പെണ്ണ് വന്ന് സൈൻ ചെയ്ത് കൊടുക്കുവാണ്. പെണ്ണ് അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് സിയുടെ പോറാണ് സിയുടെ അമ്മയുടെ അടുത്ത് പറയുവാണ്, ഇപ്പോൾ ആ പെണ്ണ് ഇവിടെ നിന്ന് പോയില്ലേ, നിനക്കിപ്പോൾ പ്രശ്നമൊക്കെ മാറിയില്ലേ, ഇനി ഡിവേഴ്സ് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് സിയുടെ അമ്മ പറയണം, ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല, നിങ്ങളെപ്പോലെയുള്ള ഒരാളൊക്കെ കൂടെ ജീവിക്കുന്നേക്കാളും ഭേദേ ഡിവേഴ്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവർ വന്ന് ടാങ്കിൻ്റെയും സിയുടെയും കൂടെ പോകാം. ഇവർ നേരെ ചെല്ലുന്നത് വന്നിട്ട് നമ്മൾ ടാങ്കിൻ്റെ സിയുടെ അപ്പാർട്ട്മെൻറ്റിൽ കേട്ടോ. അപ്പോൾ പ്രശ്നം അതല്ല, അവിടെ വന്ന് ഗസ്റ്റ് റൂമുണ്ട്, മെയിൻ ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ്, സിയുടെ അമ്മ പറയുകയാണ്, ഞാൻ ഗസ്റ്റ് റൂമിലെങ്ങാനും കിടന്നോളാം മക്കളെന്ന് പറഞ്ഞ സമയത്ത് ടാങ് അത് സമ്മതിക്കുന്നില്ല. ടാങ് പറയുകയാണ്, നിങ്ങളെ എൻ്റെ അമ്മയാണ്, നിങ്ങളങ്ങനെ കൊണ്ടുപോയിട്ട് വല്ല സ്ഥലത്തും കിടത്താൻ പറ്റുമോ, നിങ്ങൾ മെയിൻ ബെഡ്റൂമിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും കിടക്ക്, ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സിയുടെ അമ്മ പറയും, അങ്ങനെയല്ലോ, നിങ്ങളിപ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പം ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുന്നത് ശരിയല്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം പറഞ്ഞ സമയത്ത് ടാങ്ങും സിയും ഒട്ടും സമ്മതിക്കുന്നില്ല. മാത്രമല്ല ശരി എന്നാൽ ബെഡ്റൂം കാണിച്ചിടാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് സിയെ പറയാണ്, അല്ല ആളൊന്ന് പോയി ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവനും വെപ്രാളപ്പെട്ട് പോകും. അപ്പോൾ ഇവർ വിചാരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിയെ തറയിൽ കിടക്കുന്ന ബെഡൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് കാണാണ്ടെന്ന് വെച്ചിട്ടാണ് സിയെ പറഞ്ഞത്. പക്ഷേ സിയുടെ അമ്മ വിചാരിക്കും, ഷോ എൻ്റെ മോൾ ഇത്രയും വളർന്നു പോയല്ലോ, ഞാനും അത് ചിന്തിക്കേണ്ടതായിരുന്നു, അവർ വേറെന്തോ കാര്യം വിചാരിച്ചിട്ടാണ് അവർ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ടാങ് പറയണം, അമ്മ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഒരു കൂട്ടിനാവത്തില്ലേ പറയുന്ന സമയത്തും നമ്മുടെ സിയുടെ അമ്മ പറയാം, മോനെ അത് ശരിയാവത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല, ഇന്നൊരു ദിവസം ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് ടാങ്ങിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അന്ന് രാത്രി കിടക്കുന്ന സമയത്തും നമ്മുടെ സിയും ടാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാങ് വന്ന് കിടക്കുന്നത് മറ്റേ ഹോളുണ്ടല്ലോ, ഹോളിൽ സെറ്റിയിലാണ് ടാങ് കിടക്കുന്നത്, ഇവർ രണ്ടും കൂടി ബെഡ്റൂമിൽ കിടക്കാം. അപ്പോൾ സിയ പറയുന്നത്, വളരെയധികം താങ്ക്സ് ഉണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയെ നിങ്ങളുടെ അമ്മയെ പോലെ കണ്ടു പെരുമാറുന്നുണ്ടല്ലോ, അതിന് വളരെയധികം താങ്ക്സ് എന്ന് പറയുന്ന സമയത്ത് ടാങ് പറയണം, ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, നാളെ രാവിലെ തന്നെ നിൻ്റെ അമ്മയും കൂട്ടി എൻ്റെ ഓഫീസിലേക്ക് വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫെയർ പെണ്ണും അതുപോലെ തന്നെ മോഡൽ പെണ്ണില്ല അവർ സംസാരിക്കുക. ആക്ച്വലി മോഡൽ പെണ്ണ് വെച്ച ആളാണ് ഈ അഫെയർ പെണ്ണ്. അങ്ങനെ ആകുമ്പോൾ സിയുടെ എന്തെങ്കിലും ഡാർക്ക് സീക്രട്ട് വല്ലതും കിട്ടിയിട്ട് നമ്മുടെ സിയും ടാങ്ങിനും തമ്മിൽ പിരിക്കാനായിരുന്നു ആ മോഡൽ പെണ്ണിൻ്റെ പ്ലാൻ. അപ്പോൾ അഫെയർ പെണ്ണ് വന്നിട്ട് ഈ അഗ്രിമെൻറ്റ് കാണിച്ചിട്ട് പറയണം, കണ്ടില്ല ഇത്രയും പൈസ ഞാൻ അവർക്ക് കൊടുക്കണം, അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് മോഡൽ പെണ്ണ് പറയണേ, നീ ഇത്രയും കാര്യം കുളമാക്കില്ല, ഇനി നിനക്ക് ഈ പൈസയും കൂടി ഞാൻ തരണമെന്ന് ചോദിക്കാം. അപ്പോൾ ഈ അഫെയർ പെണ്ണ് പറയണം, നിങ്ങൾക്ക് അറിയാത്തൊരു രഹസ്യം ഞാൻ സിയെ പറ്റി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ചെവിയിലൊരു കാര്യം പറയാം, വേറെ ഒന്നുമല്ല, നമ്മുടെ സിയെ വന്ന് ശരിക്കും വന്ന് ഇവരുടെ ബ്ലഡ് റിലേഷനല്ല, സിയുടെ അമ്മയുടെയും പപ്പയുടെയും മോളെ അല്ല സിയ എന്നുള്ള കാര്യം പറയുമോ, ബാക്കി എന്തൊക്കെയോ രഹസ്യങ്ങളും കൂടി പറയുവാണ്. അപ്പം നമ്മൾ മോൾ പെണ്ണ് വിചാരിക്കുകയാണ്, മതിടി മതി, ഇത് മതി നിന്നെയും ടാങ്ങിനെയും തമ്മിൽ പിരിക്കാൻ, ഇത്രയും വലിയ കമ്പനിയിലെ സിഇഒ അവൻ ഇനി നിന്നെ സ്വീകരിക്കുന്നതാണോ വിചാരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ ആലോചിക്കാം. അങ്ങനെ പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് അസിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഒരു അഗ്രിമെൻറ്റ് കാണിച്ചെടുക്കാം. വേറെ ഒന്നുമല്ല, ഇവർക്ക് വന്നിട്ട് കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്ന സിയുടെ അമ്മ, ഡ്രൈ ക്ലീനിങ്ങും അതുപോലെ ടൈലറിങ്ങും ഉള്ളൊരു ഷോപ്പ് റെൻറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ സിയുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും വലിയ കമ്പനിയിൽ അങ്ങനെ ഒരു ഷോപ്പില്ല പോലും. അതുകൊണ്ട് തന്നെ ഇതറിയാവുന്ന സിയുടെ അമ്മയ്ക്ക് അത് സുഖമായിട്ട് തന്നെ ഫ്രീ ആയിട്ട്
നമ്മൾ ടാങ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ സിയുടെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ. അവർ പറയാണ്, മോനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ല, എൻ്റെ അഭിമാനത്തിന് ദോഷം ചെയ്യത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ്ക് പറയാണ്, എനിക്ക് അമ്മയും പപ്പയും ഇല്ല, ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ട് തരുന്നത്. മാത്രമല്ല നിങ്ങൾ വന്നിട്ട് എനിക്ക് റെൻറ്റ് തരണ്ട, ഇത് ഞാൻ നിങ്ങളുടെ മോൾക്ക് തരുന്ന സ്ത്രീധനമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ സിയുടെ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. സിയുടെ അമ്മ പറയണം, ഞാനൊരു ഹോട്ടൽ റൂം റെഡിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നോട് ഞാൻ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നതെന്ന് നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ടാങ്ക് പറയണം, ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് നമുക്ക് 3 പേർക്കും ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ ഒരു സ്ഥലവും ഇന്ന ടൈമിൽ വരണം എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് പോകാം. ഇവൻ ഓഫീസിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മോളിൽ പെണ്ണ് വന്നിട്ട് നമ്മുടെ ടാങ്കിനെ വിളിക്കുവാണോ. ടാങ്കിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊന്ന് പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ടാങ്കിന് ഓൾറെഡി മോളിൽ പെണ്ണിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. കാരണം സിയും അവനും തമ്മിൽ വഴക്കുണ്ടാവാൻ കാരണമേ ഈ മോളിൽ പെണ്ണാണല്ലോ. അപ്പോൾ ടാങ്ക് പറയണം, എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്ന സമയത്ത് മോളിൽ പെണ്ണ് പറയണം, എനിക്ക് നിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനല്ല, എനിക്ക് സിയെ പറ്റി സംസാരിക്കണം. അവളുടെ ഒരു വലിയൊരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ അവളുടെ അടുത്ത് പറയണോ നിൻ്റെ അടുത്ത് പറയണമെന്നും. അപ്പോൾ ടാങ്കിന് ടെൻഷനാവുക. കാരണം ഇനി അവൾക്ക് കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമായിട്ട് സിയെ ടെൻഷനായാലോ. അപ്പോൾ അവൻ പറയണം, ശരി ഞാൻ എവിടെ വരണം, നീ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് നമ്മൾ ടാങ്ക് പറഞ്ഞ പോലെ തന്നെ സിയും സിയുടെ അമ്മയും കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവൻ വരുന്നില്ല. അപ്പോൾ സി പറയണം, ഇയാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇതുവരെ വരാത്തെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ സിയുടെ അമ്മ പറയണം, അവൻ എന്തെങ്കിലും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലെങ്ങാനും അവൻ പെട്ട് കാണും, അതുകൊണ്ടായിരിക്കും മോളെ, നീ ഞങ്ങൾക്ക് കാം ഡൗൺ ആവും, നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കാം. ഈ സമയം കാണിക്കുവാണ് നമ്മൾ ടാങ്ക് ആണെങ്കിൽ അവൻ്റെ കാറിൽ പോയിട്ട് നമ്മുടെ മോളിൽ പെണ്ണെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അവളിങ്ങനെ വരുന്ന സമയത്ത് അവൾ തട്ടി വീഴാൻ പോകുന്ന സമയത്ത് ഇവനെ പിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, എന്താ കാര്യം വെച്ച് വേഗം പറയാം, എനിക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന്. അപ്പോൾ മോൾ പെണ്ണ് പറയണേ, എനിക്കൊരു കാര്യം വരുമോ, ശരിക്കും പറഞ്ഞാൽ സിയെ വന്ന് സിയുടെ പപ്പയുടെ അമ്മയുടെയും മോളെ അല്ല, അവൾക്ക് 5 വയസ്സുള്ള സമയത്ത് അവളെ ഒരു സ്ഥലത്ത് മയങ്ങി വീണ് കിട്ടിയതാണ്. അതുകൊണ്ടാണ് അവളുടെ പപ്പയ്ക്കും ഗ്രാൻഡമ്മയ്ക്കും അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തത്. സിയുടെ അമ്മയാണ് അവളെ കൊണ്ടുവന്ന് നോക്കിയതും വളർത്തിയതും. അപ്പോൾ ഇവൻ പറയണം, ഇതാണോ, ഇതെനിക്ക് നേരത്തെ അന്നേ എനിക്കറിയായിരുന്നു. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരാളെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ, സിയുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണമെന്നും. അപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഈ കാര്യം പറഞ്ഞു കാണും കേട്ടോ. പക്ഷെ എന്നിട്ടും ടാങ്ക് അതൊന്നും മനസ്സിൽ വെക്കാതെ, അവളുടെ തെറ്റല്ലോ, സിയുടെ തെറ്റല്ലോ ഇതൊന്നും. അങ്ങനെ അപ്പോൾ ഈ മോൾ പെണ്ണ് പറയണം, നീ എന്തോ പറയുന്നത്, നീ ഇത്രയും വലിയ കമ്പനിയിലെ സിഇഒ ആണ്, നീ ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ഇനി ഒരു കാലത്ത് ആരെങ്കിലും അറിയുവാണെങ്കിൽ അത് നിൻ്റെ പേരും ദോഷമല്ലേ. ഒരു കുടുംബവും ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ്ക് പറയണേ, അല്ല എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്രയും ടെൻഷൻ, എൻ്റെ ലൈഫ് തീരുമാനിക്കാൻ എനിക്കറിയാമെന്ന്. അപ്പം മോൾ പെണ്ണ് പറയണേ, എന്നാൽ ശരി ഞാനിത് സിയുടെ അടുത്ത് പറഞ്ഞ അവസ്ഥ എന്തുമായിരിക്കും ചോദിക്കുന്ന സമയത്തും ടാങ്ക് പറയാണ്, ദയവ് ഇത് നീ കാര്യം അവളുടെ അടുത്ത് പറയരുത്, അവൾ ഹേർട്ടാവുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. അപ്പോൾ മോൾ പറഞ്ഞ, ശരി ഞാൻ പറയത്തില്ല, പക്ഷേ നീ എനിക്കൊരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുക എന്തുവാന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയും, വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ ഡിന്നറിന് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കും, ശരി ഞാൻ ഇന്ന് രാത്രി നിൻ്റെ കൂടെ ഡിന്നറിന് വരാം, പക്ഷേ ഇതിന് ശേഷം നീ ഈ കാര്യം പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ചോദിക്കുന്ന സമയത്ത് മോൾ പെണ്ണും പറയാം, ഞാൻ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ല, ഇന്ന് എൻ്റെ കൂടെ ഡിന്നറിന് മാത്രം വന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ ഇവർ ഡിന്നർ കഴിക്കാൻ പോയി ഡിന്നറും കഴിക്കും. ഏതൊരു ക്യാമറമാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സി ആണെങ്കിൽ ഇവൻ വരാത്തതുകൊണ്ട് ഇവർ റെസ്റ്റോറൻറ്റ് ഫുഡെല്ലാം കഴിച്ചിട്ട് അവളാണെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ സമയത്ത് ഇവളുടെ ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻ വരുന്നു. അവളെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹെഡ്ലൈൻ ന്യൂസായിട്ട് വന്നേക്കുവാണ്, നമ്മുടെ ടാങ്ങും അതുപോലെ തന്നെ ഈ മോൾ പെണ്ണും ഡേറ്റ് ചെയ്യുവാണ്, സീക്രറ്റ്ലി ഡേറ്റ് ചെയ്യുവാണ്, ഇവർ തമ്മിൽ എന്തോ റിലേഷനും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ്. അപ്പം നമ്മുടെ സിയ്ക്കാണ് നെഞ്ചുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളെ കാണാൻ റെസ്റ്റോറൻറ്റിൽ ഇവളുടെ അമ്മയും കാണാൻ വരാതെ അവൻ വന്നിട്ട് മോൾ പെണ്ണ് കാണാൻ പോയേക്ക്. മാത്രമല്ല അതിൻ്റെ ഫോട്ടോസ് അടക്കം വന്നിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് അവൾ ആ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വന്ന് റിട്ടേൺ കാറിൽ കയറിയിരിക്കും കേട്ടോ. ആ സമയത്ത് വന്നിട്ട് ടാങ്കിന് വന്ന് ഇവൻ്റെ PR മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ആളുടെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയെന്നും നിങ്ങൾ ആളുടെ കൂടെ കറങ്ങുന്നു, നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്നൊക്കെ വന്നിട്ട് മോഡൽ പെണ്ണുമായിട്ടുള്ള റിലേഷനെ പറ്റിയൊക്കെ കുറേ ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ സിയെ ചതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റും കാര്യങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് പറഞ്ഞ് PR മാനേജർ കോൾ വയ്ക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ടാങ്ക് ആണെങ്കിൽ വല്ലാതെ ടെൻഷനാവുക. അപ്പോൾ ആലോചിക്കുവാണെങ്കിൽ ഇതിനു മുമ്പ് എന്നെപ്പറ്റി കുറേ ഗോസിപ്പുകൾ പുറത്തു വന്നപ്പോഴൊന്നും എനിക്ക് ഇതുപോലെ ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മാത്രം എന്താ എനിക്ക് ഇത്രയും ടെൻഷനായിരുന്നു. ഒരു പക്ഷേ ഞാൻ എൻ്റെ കമ്പനിയെ പറ്റി ആലോചിച്ചിട്ടായിരിക്കുമോ? അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മുമ്പും ഞാൻ ടെൻഷൻ ആവണ്ടേ? ഇനി ഇത് ഒരു പക്ഷേ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്ന് അവൻ ആലോചിക്കുവാണ്.
ഇതേ സമയം കാണിക്കുവാണ് സി ആണെങ്കിൽ ഈ പോസ്റ്റിംഗ് കമൻസ് എല്ലാം വന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ മൊത്തം സങ്കടമോ. അവൻ്റെ കമൻറ്റ് സെക്ഷൻ എല്ലാം നോക്കുന്ന സമയത്തും സിയെ വളരെയധികം താഴ്ത്തി കെട്ടിയിട്ടുള്ള തരത്തിലുള്ള കമൻസ് ആണ്. എന്ന് വെച്ചാൽ അവളൊരു തേർഡ് പാർട്ടി പോലെ. അപ്പോൾ അവൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരുന്നിട്ട് അവൾ തന്നെ പറയാണ്, ഭാഗ്യം എനിക്ക് അവൻ്റെ അടുത്ത് ക്രഷുള്ള കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഒരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം നാണമില്ലാത്തവളായി പോയേനെന്ന് പറഞ്ഞിട്ട് ഇവളിത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ടാങ്ക് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇവൾ അങ്ങ് ഉറങ്ങിയ പോലെ കിടക്കുക കേട്ടോ. അപ്പോൾ ഇവൻ വന്ന് നോക്കുമ്പോൾ ഇവൾ ഉറങ്ങിയ പോലെ കിടക്കില്ല. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇവൾ എണീക്കുന്നില്ല. തിരിച്ചു വന്നിട്ട് ഇവൾ മൂക്കിനങ്ങ് പിടിച്ച് വേദനിപ്പിക്കുമ്പോൾ ഇവൾ അങ്ങനെ എണീറ്റ് ചോദിക്കുക, എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ ഇവനും ടാങ്ങും സിയും തമ്മിൽ വഴക്കാവും. അപ്പോൾ സിയെ പറയുകയാണ്, നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഈ കോൺട്രാക്ട് ഇടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മാത്രമല്ല നിങ്ങൾ എൻ്റെ അമ്മയെ എന്നെ നാളം കെടുത്താൻ വേണ്ടിയില്ലേ റെസ്റ്റോറൻറ്റിൽ വരാൻ പറഞ്ഞെന്ന് പറയണം. അപ്പോൾ ടാങ്ക് പറയാം, അങ്ങനെയൊന്നുമില്ല, ഞാൻ അവളുടെ കൂടെ ബർത്ത്ഡേക്ക് പോയെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമെന്ന് ചോദിക്കണം. അപ്പോൾ സിയെ പറയണേ, എന്ത് അത്യാവശ്യം ഉണ്ടായിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഇവന് ഞങ്ങളെ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ടാങ്കിന് പറയാൻ പറ്റുമോ, ഇവളുടെ കാര്യം പറയാനും പറ്റത്തില്ല, ഇവൾക്ക് ഹേർട്ട് ആവൂല. അതുകൊണ്ട് അവനൊന്നും പറയാതിരിക്കുക. അപ്പോൾ അവൾ പറയും, ഇപ്പം എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി, ഇനി കോൺട്രാക്ട് അധികം നീട്ടിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടിയൊക്കെ എടുത്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ടാങ്ക് ചോദിക്കും, നീ ഇത് എവിടെ പോകാം. അപ്പോൾ അവൾ പറയണേ, എനിക്ക് ഇച്ചിരി സമാധാനം വേണം, ഞാൻ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം, എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടണം, ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലും വരത്തില്ലെന്ന് പറഞ്ഞിട്ട് സി അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ സിയെ പോകുന്ന സമയത്ത് ഇവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ തന്നെ ആൾക്ക് വേണ്ട, ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പോയിട്ട് ഞാൻ ഇനി അവൾക്ക് വലിയൊരു പ്രശ്നമാവണ്ട, അവൾ ഇച്ചിരി കൂളാവട്ടെ, എന്നിട്ട് പോയി സംസാരിക്കുക, അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ട് വേണം ഇനി അവളെ ഞാൻ കാണാൻ പോകത്തുള്ളൂ എന്ന് അവനും തീരുമാനിക്കുവാണ്. ഇനി അവളാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ റൂമും എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭിന്നെങ്ങാണ്ട് അവിടെ ബിസിനസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നിട്ട് അവൻ ഇവളെ കാണുക കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവളോട് ചോദിക്കണം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്ത് സി പറയും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നും. അപ്പോൾ ടാങ്ക് ചോദിക്കുവാണേ, ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മോള് പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നേരെന്ന് ചോദിക്കുന്ന സമയത്ത് സി പറയണം, അല്ല ചെറിയൊരു വഴക്കുണ്ടായത്, കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ശരിയാവുമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഇവർ റൂമിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ ബിന്നു പറയാണ്, കുഴപ്പമില്ലടാ, കമൻസൊക്കെ അങ്ങനെ വരും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പോൾ സിയെ ചോദിക്കണം, ഞാൻ എന്നാണ് ഒരു തേർഡ് പാർട്ടി ആയത്, ഞാനല്ലേ ടാങ്കിൻ്റെ ഫിയാൻസി, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവരുടെ പ്രണയത്തിനിടയിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് എല്ലാം വരുന്നതെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ വളരെയധികം ആശ്വസിപ്പിച്ചിട്ട് പറയണം, ഞാൻ ലേറ്റ് ആയില്ല, ഇനി ഇവിടെ ഇരുന്നാൽ അത് കൂടുതൽ പ്രശ്നമാവും, ഞാൻ നാളെ മോർണിംഗ് വന്ന് നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിയെ സേഫ് ആക്കി റൂമിലാക്കിയിട്ടാണ് നമ്മുടെ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഇനി ഇതേ സമയം നമ്മൾ ടാങ്ക് ആണെങ്കിൽ ആളുടെ PR മാനേജറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് PR മാനേജർ പറയുകയാണ്, നിങ്ങൾ കുറേ വട്ടം വിളിച്ച് ആ മോഡൽ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി, പക്ഷെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടാങ്കിനാണെങ്കിൽ കൂടുതൽ ദേഷ്യം വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ പെണ്ണൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അവളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവരെ ഈ ഒരു ന്യൂസ് ഇങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ വിളിച്ച് നോക്കുമ്പോഴും ഇവൾക്ക് കോളൊന്നും കണക്റ്റ് ആവുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ സിയെ വിചാരിക്കും, ഓക്കെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ കുറേ പേര് ഇവളിവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടി വന്ന് നിൽക്കും കേട്ടോ. കുറേ സാധനങ്ങളെടുത്ത് അവിടെ മേലേക്ക് എറിയുക, അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ സിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് കറക്റ്റ് പിന്നെ വന്നിട്ട് ഇവളെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് റൂമിനകത്ത് ആക്കുക കേട്ടോ. എന്നിട്ട് പറയുവാണ്, നീ ടെൻഷൻ ആവില്ല, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്ന വരെ നീ എവിടെയും പോകണ്ട, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റീസ് എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വേണമെങ്കിൽ എൻ്റെ PR മാനേജറോട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങൾ ഇച്ചിരി ഡീൽ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് സിയെ പറയണം, അതൊന്നും വേണ്ട, ടാങ്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, അതിൻ്റെ ബിസി ആയതുകൊണ്ടിരിക്കും ആളെന്നെ കാണാൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഓൾറെഡി ടാങ്ക് വന്ന് ഈ മോൾപ്പനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ കണക്റ്റ് ആവും കേട്ടോ. അപ്പോൾ മോൾപ്പനോട് ചോദിക്കാം, നീ എന്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താ വിളിച്ചിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നീ എന്താ തയ്യാറാവാത്തതെന്ന് ചോദിക്കുന്ന സമയത്തും ഈ മോഡൽ പെണ്ണ് പറയാണ്, ടാങ്ക് നിങ്ങൾ തന്നെ നോക്ക്, നമ്മുടെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം നമ്മുടെ കമ്പനിയിലെ സെയിൽസ് എത്രമാത്രം ഹൈപ്പിലാണ് പോയേക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ സെയിൽസ് ചിലപ്പോൾ നോർമൽ രീതിക്കായി മാറും. അപ്പോൾ ഈ ഇൻക്രീസ് ഇങ്ങനെ തന്നെ ഹൈപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ, മെയിൻറ്റെയിൻ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മൾ ടാങ്ക് പറയുകയാണ്, ഞാനാണ് ഈ കമ്പനിയിലെ CEO, മനസ്സിലായോ, നീയല്ല, നീ ഒരു മോഡൽ മാത്രമാണ്, ഈ കമ്പനിക്ക് ഈ തരത്തിലുള്ള ചൂടുണ്ടായിട്ടുള്ള ഹൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും കാലം ഞങ്ങൾ ഈ നാണില്ലാത്ത പരിപാടി ചെയ്തിട്ടില്ല ഞങ്ങളുടെ കമ്പനിയെ ഈ രീതിക്ക് എത്തിച്ചത്, മനസ്സിലായോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോഴേക്കും മോഡൽ പെണ്ണ് കോൾ കട്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ ടാങ്കിന് നല്ല കലിപ്പാവും കേട്ടോ. അപ്പോൾ ടാങ്ക് വിചാരിക്കുകയാണ്, ഇനി ആ മോഡൽ പെണ്ണിനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവർക്ക് കൊടുക്കണ്ട, മീഡിയക്കാർക്ക് കൊടുക്കേണ്ട എക്സ്പ്ലനേഷൻ എല്ലാം എഴുതുക. അത് ഞാൻ ആലോചിക്കുകയാണേ, ഞാൻ ആദ്യം വിചാരിച്ചത് സി ആയിരിക്കും നമ്മുടെ മോഡൽ പെണ്ണ് ടാർജറ്റ്, പക്ഷേ സി അല്ല, അത് ഞാനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ മോഡൽ പെണ്ണ് ടാർജറ്റ് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരാളെ വിളിച്ചിട്ട് പറയുവാണ്, ആ മോഡൽ പെണ്ണിനെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അവൾ എന്തൊക്കെ ചെയ്യുന്നത് എപ്പോഴൊക്കെ ചെയ്യുന്നത് വാച്ച് ചെയ്ത് എന്നെ അപ്പം അറിയിക്കണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് PR മാനേജർ വിളിച്ചതിന് പ്രകാരം നമ്മുടെ
ടാങ്ക് ചെല്ലുന്ന സമയത്ത് PR മാനേജർ ഒരു വീഡിയോ കാണിക്കും. വേറെ ഒന്നുമില്ല, ഇന്ന് മോർണിംഗ് വന്നിട്ട് സിയനെ അറ്റാക്ക് ചെയ്തില്ല കുറേ പേര് നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കും. അപ്പോൾ ടാങ്കിന് നല്ല ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് PR മാനേജർ തടഞ്ഞിട്ട് പറയാണ്, ഇപ്പം നീ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ. ഒന്നാമത് പിന്നെ അവിടെ ചെന്നിട്ട് ഇവിടെ രക്ഷിച്ച് അവിടുത്തെ ഹോട്ടലിലെ സെക്യൂരിറ്റീസ് എല്ലാം നിന്ന് നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിന് കുറച്ചും കൂടി ടെൻഷൻ ആവുക, ഈ പിന്നെ എന്തിനാ ഇപ്പോൾ അവിടെ ചെന്നേക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. മാത്രമല്ല ഈ PR മാനേജർ പറയുകയാണ്, ഇപ്പം നീ ഒരു പക്ഷേ പോയി ഇനി ഇതൊരു വേറെ ആർട്ടിക്കിളായിട്ട് എഴുതിയത്, ഇത് കുറച്ചും കൂടി ഈ കാര്യം വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പോകാൻ നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ടാങ്ങും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. മാത്രമല്ല അവൻ എന്നിട്ട് ഇവള് ഇട്ട എൻഗേജ്മെന്റ് മോതിരമില്ലേ അത് നോക്കിയിട്ട് പറയുവാണ്, എൻ്റെ പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ഇവരെല്ലാം ഇത്രയും വളർന്നല്ലേ, ഇവരെ കൊണ്ടെല്ലാം ഞാൻ ഇതിനെ റിഗ്രറ്റ് ചെയ്യിപ്പിക്കും. മാത്രമല്ല പ്രശ്നങ്ങൾക്കൊന്ന് സോൾവ് ആവട്ടെ, ഞാൻ അത് കഴിഞ്ഞ് ആദ്യം നിന്നെ തന്നെയായിരിക്കും കാണാൻ വരുന്നതെന്ന് ഇവൻ മനസ്സിലാലോചിക്കുവാണ്. മോഡൽ പെണ്ണാണെങ്കിൽ ഈ സമയത്ത് ഷൂട്ടിങ്ങിലാട്ടോ. അപ്പോൾ അവൾ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഇവൾ വന്നിട്ട് വോമിറ്റിംഗ് വരുന്ന പോലെ പോയിട്ട് വോമിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന 2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ പെട്ടെന്ന് ഫോട്ടോ എടുക്കാം. മാത്രമല്ല അപ്പോൾ മോഡൽ പെണ്ണ് പറയുകയാണ്, എനിക്ക് ഇച്ചിരി നേരം ഒരു ½ an hour റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വന്നതിൽ ഒരാൾ സത്യം പറഞ്ഞാൽ ഈ മോഡൽ പെണ്ണെ ഏൽപ്പിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ്. അവൻ തന്നെയായിരുന്നു അന്നും ഇവർ 2 പേരും നിന്ന ഫോട്ടോസ് എല്ലാം എടുത്തത്. ആക്ച്വലി ഇത് മോഡൽ പെണ്ണിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഈ ചെറുക്കൻ്റെ അടുത്ത് മറ്റേ കൂടുതൽ അസിസ്റ്റന്റ് വഴിയും ചോദിക്കുകയാണ്, അപ്പോൾ ഈ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ പറയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല, കാരണം ഈ ഫോട്ടോസ് തന്നെ മതി ധാരാളം, നമുക്ക് ഇത് വന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ നമുക്കൊരു ഹൈപ്പിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാട്ടോ. ബിന്നാണെങ്കിൽ നമ്മുടെ സിയയുടെ സീക്രട്ട് അറിയണമെന്നും പറഞ്ഞിട്ടല്ലേ ഇവൻ നടക്കുന്നത്. ഇവൻ നേരെ ചെല്ലുന്നത് സിയയുടെ വീടില്ലേ, പപ്പയുടെ വീട്, അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവന് ഇച്ചിരി കാശുകാരൻ്റെ പോലെ കാണുന്നുണ്ട്. നമ്മുടെ സിയയുടെ പപ്പയും ഗ്രാൻഡ്മയും കൂടി ഇവനകത്ത് വിളിച്ച് കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവർ പറയുകയാണെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ കിട്ടിയതാണെന്നുള്ള കാര്യമെല്ലാം പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ ന്യൂസ് എല്ലാം അറിഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവ ഇതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ ഇവ ആലോചിക്കുകയാണ്, ഇവനൊരു വൈഫാണ് ഗേൾ ഫ്രണ്ട് ആണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. റിയ എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്, അത് വന്ന് കറക്റ്റ് എക്സാക്റ്റ് നമ്മുടെ സിയെ തന്നെ അച്ചെടുത്ത് വെച്ച് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുവാണ് ആ പെണ്ണ്. അപ്പോൾ ആ പെണ്ണിങ്ങനെ മരിച്ച് ഇവൻ്റെ കയ്യെ കിടപ്പുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പോവല്ലേ, നീ എന്നെ വിട്ടുപോലെ എന്ന് പറഞ്ഞിട്ടൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറയാം, റിയയുടെ സിസ്റ്റർ ആയിരിക്കും നമ്മുടെ സിയ എന്നും പറഞ്ഞിട്ട് അവൻ വരും കേട്ടോ. എന്നിട്ട് അവൻ വാല് കടി തുറക്കുന്ന സമയത്ത് നമ്മുടെ സിയ ഇവൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ടാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറയുവാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സിയ വന്നിട്ട് ആ പോസ്റ്റെല്ലാം കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ വന്നിട്ട് ഓൾറെഡി നമ്മുടെ ആ മറ്റേ മോഡൽ പെണ്ണ് വോമിറ്റ് ചെയ്യുന്നത് 2 ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്ത് പോയില്ലായിരുന്നോ, അവരത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ആകെ വന്ന് നമ്മുടെ ആ മോഡൽ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്നും ടാങ്കാനാണ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസിൻ്റെ അടിയിലാണെങ്കിൽ നമ്മുടെ സിയെ വളരെയധികം നാണം കെടുത്തുന്ന പോലെ കമൻസ്. അപ്പോൾ സിയ ആലോചിക്കുവാണ്, ഞാൻ അവനെ ഒരു വട്ടം കൂടി വിശ്വസിക്കാനുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു, പക്ഷേ ഇതും കൂടി ആയപ്പോൾ ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവനെയൊക്കെ വിശ്വസിക്കുന്ന സമയത്തേ എന്നെയൊക്കെ ഞാൻ ചെരുപ്പോണ്ട് അടിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടാങ് വന്നിട്ട് ഇവളെ ചീറ്റ് ചെയ്തിട്ട് മോഡൽ പെണ്ണ് ശരിക്കും പ്രഗ്നൻ്റ് ആണെന്നാണ് സിയും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇതേ സമയം കാണിക്കുകയാണ്, ടാങ് ആണെങ്കിൽ PR മാനേജർ കൊണ്ടുവന്നിട്ട് പറയുവാണ്, സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം ലീക്ക് ആയിട്ടുള്ള സോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം വന്ന് ഒരു സെയിം ഫോട്ടോഗ്രാഫറാണ് ഇതെല്ലാം വന്നിട്ട് ലീക്ക് ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് ടാങ് പറഞ്ഞിട്ട് കാര്യം ചെയ്യും, അയാളുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, ഞാൻ അയാളായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സിയെ വന്നിട്ട് നമ്മുടെ ആ മറ്റേ സിയെ വന്നിട്ട് ബിന്നി വരുന്ന സമയത്ത് പറഞ്ഞു കാണാം, ഞാൻ വന്നിട്ട് ടാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന്. മാത്രമല്ല ബിന്നാണെങ്കിൽ അവളെ കയറിയിരുത്തി ആശ്വസിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ആകുമ്പോഴത്തേക്ക് കുടിച്ച് ബോധമില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബോധമില്ലാത്ത സമയത്ത് അവൾ പറയുവാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റി, ഞാൻ അവനെ സ്നേഹിക്കരുതായിരുന്നു, ആഫ്റ്റർ ഓൾ ഇതൊരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കരുതായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവളാകെ സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങ് ഹാപ്പി ആയിട്ട് പിന്നെ അലക്കിച്ചേ ഞാനെന്താ ഇത്രയ്ക്ക് അങ്ങ് കടന്ന് ചിന്തിക്കാഞ്ഞ്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഫോട്ടോസ് ലീക്ക് ആയതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവർ എൻഗേജ്മെൻറ്റിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഇതൊരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള റിലേഷൻഷിപ്പ് ഞാൻ അന്നേ ചിന്തിക്കേണ്ടായിരുന്നു, ഞാൻ അതൊരു സ്റ്റുപ്പിഡാണെന്നും പിന്നും ആലോചിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ടാങ് പറഞ്ഞ പോലെ തന്നെ ആ ഫോട്ടോഗ്രാഫറായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പറയണം ഇതെല്ലാം വന്ന് കോയിൻസിഡൻ്റ് ആയിട്ട് നടന്നതാണ്. അപ്പോൾ എടുത്തോണ്ട് ടാങ് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ നീ അന്ന് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഫോട്ടോ എടുത്ത് കോയിൻസിഡൻസ്, പക്ഷെ ഞങ്ങൾ ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ കയറുന്നതൊക്കെ നിൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കോയിൻസിഡൻസ് ആണെന്ന് മാത്രം മോനെ പറയല്ലേ എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് ഫോട്ടോഗ്രാഫറിന് വേറെ വഴിയില്ലാതെ ഉള്ള കാര്യം പറയുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മോഡൽ പെണ്ണ് പറഞ്ഞിട്ടാണ് ഇവൻ എല്ലായിടത്തും വന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളത്. മാത്രമല്ല സിയയ്ക്ക് ഇങ്ങനെ ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് വന്നില്ലേ, അത് നമ്മുടെ മോഡൽ പെണ്ണ് ഏൽപ്പിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് ഏൽപ്പിച്ചായിരുന്നു, അവർ ചെയ്തിട്ടുള്ള പണിയാണെന്നും എല്ലാം വന്ന് മോഡൽ പെണ്ണിൻ്റെ പ്ലാനാന്നുള്ള കാര്യമെല്ലാം തന്നെ നമ്മൾ ടാങ്ങിൻ്റെ അടുത്ത് പറയാം. പിന്നെ വേറെ കാര്യം പറയണല്ലോ, ടാങ്ക് പിന്നെ വെറുതെ ഇരിക്കുമോ. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ബിന്നാണെങ്കിൽ കുറേ ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് സിയയ്ക്ക് ഇച്ചിരി ബോധമൊക്കെ വന്നിട്ടോ, കുടിച്ചതിൻ്റെ ആ ഒരു കെട്ടെല്ലാം വിട്ടുപോയി.
ഇവിടെ ഫുഡെല്ലാം കൊടുത്തു കഴിയുന്ന സമയത്ത് നമ്മുടെ പിന്നെ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചതിൻ്റെ സ്പൂണൊക്കെ ഇല്ല, ഇവൾ കഴിച്ച സ്പൂണൊക്കെ വന്നിട്ട് ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. വേറെ ഒന്നുമില്ല, DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ സ്പൂണെല്ലാം കൊടുത്തു വിടണം. അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അവനിങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി റിയ എന്നൊരു പെങ്കൊച്ച്, ആ പെങ്കൊച്ചിൻ്റെ അനിയത്തിയാണോ സിയാന്ന് അറിയണം, അതിന് വേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. ഇതേ സമയം ടാങ് വന്നിട്ട് മോഡൽ പെണ്ണിനെ കാണാൻ വരുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യുന്ന സമയത്ത് മോഡൽ പെണ്ണാണെങ്കിൽ ആകെ അവളുടെ അഭിനയം അങ്ങ് തുടങ്ങും കേട്ടോ. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ മീഡിയക്കാരുടെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ടാങ്, അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു നമ്മുടെ കമ്പനിക്കൊരു ഹൈപ്പ് ആയിക്കോട്ടെ, നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം നല്ല വൃത്തിക്ക് വരുമല്ലായിരുന്നോ, അതാ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അഭിനയിക്കാൻ അങ്ങോട്ട് ടാങ് പറയാം, മതി മതി നിന്റെ അഭിനയം നിർത്തുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ സംസാരിച്ചെല്ലാം വന്ന് ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും, അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ മോഡൽ പെണ്ണിനൊന്നും പറയാൻ പറ്റില്ല. മോഡൽ പെണ്ണ് പറയാണ് ഞാൻ വന്ന് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറിയത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് പറയണേ. ആക്ച്വലി അന്ന് ഒരു ഫ്രണ്ട്, ഒരു ചെറുക്കൻ ഇവൻ എപ്പോഴും രക്ഷിക്കുകയൊക്കെ ചെയ്തില്ലായിരുന്നു, ആ ചെറുക്കൻ വന്നിട്ട് സർജറി ചെയ്തിട്ട് പെണ്ണായി മാറിയിട്ടുള്ളതാണ് ഈ മോഡൽ പെണ്ണ് എന്നുള്ള കാര്യവും. മാത്രമല്ല അവൾ വന്ന് ഇവന് വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്നും നിൻ്റെ ഒരു ലെവലിലെത്താതെ ഞാൻ എങ്ങനെ നിൻ്റെ മുന്നിലേക്ക് വരുന്നതെന്നൊക്കെ മോഡൽ പെണ്ണ് പറയണം. അപ്പോൾ ടാങ് പറയുകയാണേ അല്ല, നീ ഇതൊക്കെ വിചാരിച്ച് നീ നിൻ്റെ ലൈഫിനെ നശിപ്പിച്ച് കളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ നീ എന്നും എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു, ആ രീതിക്ക് തന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നു. അപ്പോൾ അടുത്തുള്ള മോഡൽ പെണ്ണ് പറയണേ ഒരു പക്ഷേ സിയെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ് പറയാം നീ എന്തൊക്കെ വൃത്തികേടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സിയെ എന്ന് പറഞ്ഞ് ഞാൻ അവൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എന്നും ഒരു ഫ്രണ്ടായിട്ടേ കാണുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ കാണാൻ പോകുന്നുള്ളൂ, അതിലൊരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ലാസ്റ്റ് ആ മോഡൽ പെണ്ണും കൺവീൻസ് ആവും കേട്ടോ. അപ്പോൾ അവൾ പറയും ഇനി ഞാൻ നിൻ്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടിനായിട്ട് വരത്തില്ല. ടാങ് പറയണം ഇനി എന്തുവരും നീ എൻ്റെ കമ്പനിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല, സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നങ്ങൾ നീ ആയിട്ടല്ലോ ഉണ്ടാക്കി, എല്ലാത്തിനും നീ തന്നെ അതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ, ഇതിൽ ഞാൻ ഇനി തലയിടാൻ വരത്തില്ല പറയും. മോൾ പെണ്ണ് പറയണം ഞാൻ ചെയ്തതിന് അത്രയും സോറി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇനി അതിന് അർത്ഥമില്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മോൾ പെണ്ണ് അവളെ തെറ്റുകളെല്ലാം മനസ്സിലായി അവൾ അങ്ങ് നന്നാവുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇവൻ ഓഫീസിൽ ചെന്നിരിക്കും. ഇപ്പോൾ ഓൾറെഡി ടാങ്ങിന് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് മോൾ പെണ്ണിൻ്റെ കാര്യങ്ങളും മനസ്സൊക്കെ ഓക്കെ ആയില്ലേ. അപ്പോൾ എന്നിട്ട് PR മാനേജർ വന്നിട്ട് ഒരു പോസ്റ്റ് കാണിക്കുക, വേറെ ഒന്നുമല്ല ഈ മോൾ പെണ്ണ് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ തന്നെയാണ് ഇത് ചെയ്തതെന്നും ഇവൾ തന്നെ ആൾക്കാരെ വെച്ചാണ് ഇങ്ങനെ കമൻസ് ഇട്ടതെന്നും ഇവളായിട്ട് തന്നെയാണ് ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുപ്പിച്ചെന്നുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ട് PR മാനേജർ വന്നിട്ട് നമ്മുടെ ടാങ്ങിന് കാണിക്കുക. അപ്പോൾ ടാങ് ഭയങ്കര ഹാപ്പിയോ, ടാങ് പറയാം എന്നാൽ ശരി ഇത്ര എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു, എൻ്റെ സിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ മാറ്റി, ഇനി എനിക്ക് സിയെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ സി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വേറെ ഒന്നുമില്ല, അവളും ഈ ഒരു പോസ്റ്റ് എല്ലാം കണ്ടിട്ട് ഓക്കെ ഇനിയിപ്പോൾ ടാങ്ങിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ടാങ് ആണെങ്കിൽ ഓൾറെഡി മീഡിയക്കാർ കണ്ട പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവനൊരു മാസ്കും വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സിയയ്ക്ക് ഇവനെ കാണുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് സിയെ മൈൻഡ് ചെയ്യാതെങ്ങ് വരും കേട്ടോ. അപ്പോൾ ടാങ് ഓടി വന്നുള്ള കയ്യും പിടിച്ചിട്ട് എന്നെ മനസ്സിലായില്ലോടി എന്ന് എനിക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ആരാ എനിക്ക് മനസ്സിലായില്ലോ എന്ന് സിയും ചിരിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ മാസ്ക് എല്ലാം മാറ്റിയിട്ട് ഇവള് കിസ് ചെയ്യാൻ പോവുക. ആ സമയത്ത് കറക്റ്റ് മീഡിയക്കാർ ഇത് കണ്ടിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഓടി വരുന്ന സമയത്ത് ഇവർ രണ്ടും കൈ പിടിച്ച് ഓടിപ്പോയിട്ട് നമ്മുടെ ടാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകാം കേട്ടോ. ടാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ടാങ് വന്ന് ഇവൾക്ക് റിങ് കൊടുത്തിട്ട് പ്രൊപ്പോസ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ ഓൾറെഡി, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി റിങ് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യും. ആ റിങ് ആണെങ്കിൽ നല്ല വലിയ കല്ലൊക്കെ വെച്ചിട്ടുള്ള റിങ്. അന്ന് അവൾ ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ നിങ്ങൾ ഇത്രയും കാശുണ്ടായിട്ട് നിങ്ങൾ എന്താ എനിക്ക് വളരെ ചെറിയൊരു റിങ് വാങ്ങിച്ചുകൊണ്ടെന്ന് തന്നേന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അവൻ വലിയ റിങ് പ്രൊപ്പോസ് ചെയ്ത് അവളെ കയറി കിസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കാര്യവും സോൾവ് ചെയ്ത് നമ്മുടെ സിയും ടാങ്ങും ഒന്നായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി വന്നിട്ട് ടാങ്ങിനെ കാണാൻ വന്നേക്കുക. എന്നിട്ട് പറയുവാണ് നിനക്ക് എന്തുവായാലും സിയ വന്നിട്ട് ആ ഒരു വീട്ടുകാരുടെ സിയയുടെ വീട്ടുകാരുടെ ബ്ലഡ് റിലേഷൻ അല്ല എന്നുള്ള കാര്യം നീ അറിയാതിരിക്കാൻ വഴിയില്ല, നീ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അത് നിനക്കറിയാം. പക്ഷെ നീ എന്താ സിയയുടെ അടുത്ത് ആ കാര്യം പറയാത്തെ? നിനക്ക് മാത്രമല്ല സിയ വന്നിട്ട് ഈ റിയ എന്ന് പറയുന്നത് ഭയങ്കര പൈസയുള്ള വലിയൊരു ബിസിനസ് ഫാമിലിയുള്ള മോളാണ്. അപ്പോൾ നമ്മുടെ സിയും ആ ഒരു കുടുംബത്തിനായിരുന്നേ. നീ സിയയുടെ പണത്തിന് വേണ്ടിയാണോ അതോ സിയയ്ക്ക് വേണ്ടി തന്നെയാണോ സിയെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടാങ് ഒന്നും പറയുന്നില്ല കേട്ടോ. മാത്രമല്ല നമ്മുടെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ചെവി വന്ന് പറയണം, എന്തുവരെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പ് അല്ലേ, അത് തീരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് റെഡി ഫോർ ലവിൻ്റെ സീസൺ 1 കംപ്ലീറ്റ് ആവുന്നത്. സീസൺ 2 ഇതുവരെ റിലീസായിട്ടില്ല. റിലീസ് ആവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതുവരയ്ക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും